ഗോഡ് ഇസ് ഇൻ കൺട്രോൾ എന്ന പ്രത്യേക എപ്പിസോഡിലേക്ക് 82-ാം എപ്പിസോഡിലേക്ക് IAG TVയുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 81 എപ്പിസോഡുകളും കഴിഞ്ഞ ചില മാസങ്ങളായി ലോകത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് റീച്ച് ചെയ്യുവാൻ കഴിഞ്ഞു. തീർച്ചയായും IAG TVയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത ദിശയിലേക്ക് ജനങ്ങൾക്ക് അറിവും സ്നേഹവും തീർച്ചയായും പകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യത്യസ്ത മേഖലകളിൽ തന്നെ ഒരുപക്ഷെ ആരോഗ്യപരമാകാം, ഒരുപക്ഷെ കമ്മ്യൂണിറ്റി അവയർനെസ് ആകാം, ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായാകാം, ഒരുപക്ഷെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയാകാം. മറ്റ് ഉള്ള വ്യത്യാസമായി ചിന്തിച്ചാൽ ലോകത്തിൽ മുഴുവനും ദൈവത്തിന്റെ സ്നേഹം റീച്ച് നേഷൻസ് എന്നുള്ള ആപ്തവാക്യവുമായി ഞങ്ങൾ വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെ ലോകരാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ പ്രേക്ഷകരെ അടുക്കൽ ഞങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് സൺഡേ, ഞായറാഴ്ച ദിവസങ്ങളിൽ 82-ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് വരുന്നത്. കഴിഞ്ഞ 81 എപ്പിസോഡുകളിലും വ്യത്യസ്ത വിഷയങ്ങളുമായി വിവിധ ഗസ്റ്റകങ്ങളുമായി അവരുമായി സമയങ്ങൾ സ്പെൻഡ് ചെയ്യുവാനും വിഷയങ്ങളെ ചർച്ച ചെയ്യുവാനും കഴിഞ്ഞുവെന്നുള്ളത് ഈ എപ്പിസോഡിന്റെ പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും വ്യത്യസ്ത മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ട ഉത്തരവാദിത്തം ഒരു ധർമ്മമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് IAG TV ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർ ദയവായി ഈ സമയത്ത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താം. നിങ്ങളുടെ ലൈവ് ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും യൂട്യൂബിലും ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളായി ഞങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന പല പാർട്ണർഷിപ്പ് ഗ്രൂപ്പുകളിലും ഈ സമയത്ത് ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, കൊറോണ എന്ന COVID-19 എന്ന മഹാവിപത്ത് ലോകത്തെ മുഴുവനും വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗമായി അങ്ങനെ നിവർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് വേവ് എന്നുള്ള ഒരു പദപ്രയോഗത്തിലൂടെ UK കുറിച്ചുള്ള വലിയ വാർത്തകളും ലോക രാജ്യങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല UK-യിലും പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായി അനവധി ആളുകൾ മരിക്കപ്പെടുന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ തന്നെ വളരെ ക്രിയാത്മകമായ നിലയിൽ നമ്മുടെ ആരോഗ്യ സേവനത്തിൽ സന്നദ്ധമായി നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തന ശൃംഖല NHS നേതൃത്വത്തിൽ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമായ സത്യം തന്നെയാണ്. ഈ രാജ്യത്തിൽ ഈ ഉദ്യമത്തിൽ പ്രവർത്തിച്ച് സമൂഹത്തെ രക്ഷിപ്പാൻ, ആരോഗ്യം വീണ്ടുകൊടുക്കുവാൻ വേണ്ടി, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റി പ്രവർത്തകരെയും, നേഴ്സസ്, ഡോക്ടേഴ്സ്, പോലീസസ്, സോഷ്യൽ വർക്കേഴ്സ്, ചാപ്ലൈൻസ്, പാസ്റ്റേഴ്സ്, ഇങ്ങനെ എല്ലാ തട്ടുകളിലും എല്ലാ മേഖലകളിലും അടിത്തൊട്ട് മുതൽ എല്ലാ മേഖലകളിലും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ടീമംഗങ്ങളെയും ഞങ്ങൾ ഒന്നിച്ച് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡിലെ ചർച്ചയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന ഗസ്റ്റ് അംഗങ്ങളെ ആദ്യം തന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് നമുക്ക് 3 ഗസ്റ്റ് അംഗങ്ങളെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഡോക്ടർ അശ്വിൻ അജയ്. അദ്ദേഹം കാർഡിയോളജി മെഡിക്കൽ രജിസ്ട്രാറായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ട് ഇന്ന് ദിവസം ഇവിടെ കിട്ടിയതിൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രധാനമായും വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയ ഷീബ ജോൺലി സ്ട്രോക്ക് നേഴ്സ് കൺസൾട്ടന്റ് ആണ്. ഹോസ്പിറ്റലിൽ വളരെ വർഷങ്ങളായി തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു നല്ല സ്റ്റാഫാണ്. അതുപോലെ തന്നെ പാസ്റ്റർ ജി സാമുവൽ, അദ്ദേഹം സീനിയർ റേഡിയോഗ്രാഫർ ആണ്. മാത്രമല്ല പാസ്റ്റർ അറ്റ് ലണ്ടൻ ഗോസ്പൽ ചർച്ച്. ഈ 3 പേരും വ്യത്യസ്തമായ മേഖലകളിലാണെങ്കിൽ പോലും അവർ 3 പേരും മെഡിക്കൽ പ്രൊഫഷണലിസ്റ്റ് ആണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുമായി സമയങ്ങൾ ചെലവഴിപ്പാൻ വന്നതിൽ വളരെ സന്തോഷം, വളരെ നന്ദി. നിങ്ങൾക്ക് പ്രത്യേക നന്ദി. ഞാൻ ആദ്യം ഡോക്ടർ അശ്വിനിലേക്ക് വരുന്നു. അശ്വിൻ, അങ്ങനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ആളുകൾ ഭയപ്പെടുന്ന പേര് തന്നെയാണ് കാർഡിയോളജി. കാരണം ഹൃദയം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഇടിപ്പ് നിൽക്കുമോ, ഹൃദയരോഗത്തിന്റെ പ്രശ്നങ്ങൾ, പലവിധമായ പ്രശ്നം. അതുകൊണ്ട് തന്നെ അങ്ങ് ഇവിടെ വിളിച്ചു വരുത്തിയത്. അങ്ങയുടെ സാന്നിധ്യം വളരെയധികം താങ്ക്സ് ഉണ്ട്. ആദ്യത്തെ ഒരു കാര്യം, നമ്മുടെ ആദ്യമായി കേട്ടൊരു കോവിഡ് വാർത്തയുണ്ട്. 2019 എന്റെ സമയത്ത് കേട്ടൊരു വാർത്ത. ഇപ്പോൾ 2021 വന്നിരിക്കുന്നു, സെക്കൻഡ് വേവ് എന്ന് പറയുന്നു. അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഈ സെക്കൻഡ് വേവ് എത്രമാത്രം വ്യത്യസ്തമായി വളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ട്, പഴയ വേവിൽ വ്യത്യസ്തമായി എത്രമാത്രം, ഹൗ ഫാർ ഇറ്റ് ഈസ്?
Good evening, Pastor Uncle. First of all, thank you for inviting me to the show. It's a pleasure to be here. Pastor Uncle, chose a question. Yes, so second wave, it is something that we expected. Second wave, especially if you look at the numbers, we can see that the numbers are increasing quite a lot. In the UK, there's about 97,000 deaths, and per day, average about 1,300 people, unfortunately, are dying. And how severe the infection is, and more importantly, how important we need to take this. What is different about this number? Well, I think initial peak വന്ന സമയത്ത് people were all scared of it and people didn't know what was going on, and എല്ലാവർക്കും worry and people actually took measures for it. But when the peak ended around July time, when the peak was slowly starting to decline, what we did was we go back to our usual behavior. Lockdown eased, things started opening up again, shops started opening up again, and people did not pay as much close attention to the virus. അതിന്റെ ഒരു consequence ആയിട്ട് we can see that from October the cases have gradually started to increase to a point where now it's very difficult and it's very stressful for everybody working in hospital. നമ്മുടെ beds are all occupied, the ITUs are all at full capacity, and that is what we see that is different. And one of the other things that I see differently is Pastor Bonyola, yes, heart is very important. We only have one heart, so we need to look at it. We need to be careful with it. When the COVID first started, Nyan is treated as a when I'm medical on call. Most of the patients that come in with the severe infections were above the age of 70 and 80 and had a lot of underlying comorbidities such as cancer, diabetes, high blood pressure. But recently, when I'm doing my on calls, I'm seeing a lot of young people and 50-year-old. 45-year-olds, 60-year-olds, a lot of people around this age group are coming in with infections, needing oxygens, and that is very scary. Other we need to understand how important it is to be careful. A lockdown, we see outside and a lot of people are still not behaving as if it's lockdown. So I think that's one of the biggest things that we need to be aware of in this second wave and to be prepared about it. Thank you, Doctor. Thank you so much. Sister Shiva, ഞാൻ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾക്കെല്ലാം ഒരു ധൈര്യം മറ്റൊരു സൈഡിൽ വരുന്നത് ഈ വാക്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. വാക്സിൻ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സേഫ് ആണ്, പിന്നെ ഇനി മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ചിന്തിച്ചു ആളുകൾ ധൈര്യപ്പെട്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കംപ്ലീറ്റ് ഇതൊരു ക്യൂർ ആണ്, ഇനി പേടിക്കാനില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്, ഈസ് ദ വാക്സിൻ സേഫ്? പൂർണ്ണമായി എത്രമാത്രം അതിനെ കുറിച്ച് ഒരു അവയർ കൊടുക്കാൻ പറ്റും? Thank you, Pastor, for this opportunity to come and share this word with you today. To the question that is the vaccination safe, I would say yes. To most of the population. One of the biggest concern, നമ്മുടെ ഒരു വാക്സിനിന്റെ ഒരു ഡെവലപ്മെന്റ് നോക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സാധാരണ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ എത്രയോ വർഷങ്ങൾ എടുക്കും. ഇറ്റ് ഇസ് നോട്ട് ഓവർ നൈറ്റ്. പക്ഷെ മനുഷ്യർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഒരു വാക്സിൻ ഉണ്ടാക്കാൻ നേരം ദർ ഇസ് എ ലോട്ട് ഓഫ് ഒരു സ്റ്റേജസ് കടന്നു പോകേണ്ടതുണ്ട്. ഒരു എത്തിക്കൽ കമ്മിറ്റി, ബ്യൂറോക്രസി, റെഡ് ടൈപ്പിംഗ്, ഇങ്ങനെ കുറെ സ്റ്റേജസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പം പിന്നെ നമ്മൾ അതിൻ്റെതായ ഒരു കൺസെന്റ് ടേക്കിംഗ് പേഷ്യന്റ് വരാനും അതേപോലെ കറക്റ്റ് ഡിസീസ് ഉള്ള പേഷ്യന്റിനെ നമ്മൾ കൺസെന്റ് ചെയ്ത് പാർട്ടിസിപ്പന്റ് ആക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ഒത്തിരി സമയങ്ങൾ എടുക്കുന്നത്. സോ ദ ആക്ച്വൽ ട്രയൽ ഇറ്റ്സെൽഫ് ഡസന്റ് ടേക്ക് ദാറ്റ് ലോങ്. പക്ഷെ വാട്ട് ടേക്സ് ലോങ് ഇസ് ഓൾ ദ ഇനീഷ്യൽ സ്റ്റേജസ്, ദി അപ്രൂവൽസ്, ദി എത്തിക്കൽ കമ്മിറ്റി, ഫണ്ടിങ്, all of those things. പക്ഷെ when COVID came, what happened was everybody across the globe knew about this disease. All the scientists, as far as they put aside all the other trials and everything else that is going on, and everybody focused on COVID. And because of the way it was killing people, even the government funded it. So there was no issue of funding, there was no issue of the lack of scientists, and everybody focused on producing a vaccine for this. The other thing is, idinte vaccine, this COVID vaccine is not completely new. There has been variations of this vaccines before. Nammada pand flu vaccines inde okke oru foundational base was there. So from that they have developed this vaccine. So it is safe. As far as people are worried that this was created in a very short period of time, that is because everybody came together and to put aside all the other issues that can be easily put away. So yes, the vaccine is safe. Thank you. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. മാത്രമല്ല മെഡിക്കൽ സയൻസിനെ വിശ്വസിച്ച് മാത്രമേ ഭൂമി ജീവിക്കാൻ കഴിയത്തുള്ളൂ, സ്വാഭാവികമാണ്. താങ്ക് യു ഫോർ യുവർ ആൻസർ. പ്രിയ പാഷ ജി ശാമുവൽ, അങ്ങ് റേഡിയോഗ്രാഫറാണ്. പണ്ടൊക്കെ നേരത്തെ ഇത്രയും പേഷ്യൻസ് അങ്ങേക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. ലങ്സും ഹാർട്ടും ഒക്കെ സ്കാൻ ചെയ്യാൻ
അതെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെ ഇത്രമാത്രം ഈ ഒരു കാലയളവുകളിൽ അങ്ങ് അതിന്റെ ടെൻഷൻസ് അനുഭവിക്കുന്നുണ്ടാകും. നമുക്കറിയാം, വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ ഫസ്റ്റ് കോവിഡ് ഒരു കാലമുണ്ട്, ഇപ്പോൾ സെക്കൻഡ് കോവിഡിലേക്ക് വേവിലേക്ക് വരുന്നു. ഇപ്പോഴത്തെ പേഷ്യന്റ് റേഷ്യോ നോക്കിയാൽ, ഈ സംബന്ധമായ രോഗവിഷയങ്ങൾ നോക്കിയാൽ, അങ്ങ് എന്താണ് അങ്ങയുടെ ഒരു കമന്റ് പൊതുവായ ആ വിഷയത്തെ കുറിച്ച് എന്താ അഭിപ്രായപ്പെടാൻ പറ്റും അങ്ങയുടെ അനുഭവത്തിൽ വെച്ചിട്ട്? IEGF ടിവിയുടെ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പാസ്റ്റ് ചോദിച്ചതുപോലെ ഈ സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ഒത്തിരി സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഞാനൊരു വിക്ടമാണ് ഈ സെക്കൻഡ് വേവിന്റെ. ഞാൻ തന്നെയല്ല, എൻ്റെ ഫുൾ ഫാമിലി ഒരു വിക്ടമാണ് ഈ സെക്കൻഡ് വേവിന്റെ. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആകുന്നു. ഇതിന്റെ ആഫ്റ്റർ നമുക്ക് രോഗം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണിതാവസ്ഥ ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് പഴയതിനേക്കാളും കാണാൻ കഴിയുന്നത്. അപ്പോൾ പാസ്റ്റർ ചോദിച്ചത്, ഇത് വളരെ സീരിയസ് ആയിട്ട് പൊതുജനം കാണുകയും അതിന് വേണ്ട മാക്സിമം സേഫ്റ്റി മെത്തേഡ് എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്താൽ കുറച്ചൊക്കെ ഇതിനെ അതിജീവിക്കാം. പാസ്റ്റർ ഡോക്ടർ അശ്വിൻ പറഞ്ഞതുപോലെ എന്റെ ഹോസ്പിറ്റലിലെ 19 years ഓൾഡ് പോലും അഡ്മിറ്റാ. അപ്പോൾ നമ്മൾ ഇതിനെ നേരത്തെയൊക്കെ പറയുമായിരുന്നു, ഇത് പ്രായം കൂടിയുള്ളവർക്ക് ഇത് ഒത്തിരി ബാധകമാണ്. അങ്ങനല്ല, ഇതിപ്പം എല്ലാവരിലും ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും ഒത്തിരി എക്സ്ട്രാ കെയർഫുൾ ആയി ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. കം ബാക്ക് ടു സൂൺ. ഡോക്ടർ അശ്വിൻ, ഈ ഫസ്റ്റ് നടന്ന അല്ലെങ്കിൽ ഉണ്ടായ റിസൾട്ടുകളൊക്കെ വന്നപ്പോൾ നമുക്കുണ്ടായ അഭിപ്രായം ഉണ്ടായിരുന്നു, ഇത് പ്രായമുള്ളവർക്ക് മാത്രമാണ് ഇത് വരാൻ പോകുന്നത്, ഇനി ചെറുപ്പക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് വേവിലെ എൻട്രിയോടുകൂടെ അത് മാറി. എല്ലാവർക്കും ഇത് വരാൻ തുടങ്ങി. പ്രായ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ നേരിടുന്നു, ഹാർട്ട് ഫെയിലേഴ്സ്, ലങ്സ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നു. അപ്പം ഈ കൊറോണയുടെ വാട്ട് ഈസ് ദ ഡിഫറൻസ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? എന്താണ് അങ്ങ് കാണുന്ന ഡിഫറൻസ് ഈ ഫസ്റ്റ് കൊറോണയിൽ നിന്നും ഈ സെക്കൻഡ് കൊറോണ എന്ന് പറഞ്ഞാൽ? ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞ സെക്കൻഡ് കൊറോണ ഒരു അവതാരകൻ നിലയിലോ ഒരു ക്വസ്റ്റ്യൻ നടന്ന ഒരാളെന്ന് ഞാൻ പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്ന ഒരു വേവിലാണ് ചോദിക്കുന്നത്. നമ്മുടെ അനവധി ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് എ ഡോക്ടർ, വാട്ട് ഈസ് യുവർ കമന്റ് അബൌട്ട് ഇറ്റ്? എന്താ ഡിഫറൻസ്? It's a very good question, Pastor England. It's a question that we ask a lot to patients, and the patients ask to us as well. So basically എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, when the virus initially came about, we didn't know much about the virus. We knew some information. We're still conducting research, and there are still a lot of things that we don't know yet. When the virus mutates, people are getting scared. There's a certain combination of mutations that the virus can go through. When we hospital, we don't check which mutation the virus has gone through, which variant the virus is. We don't check that. Regardless of which mutation it is coronavirus, it's COVID-19, we treat it the same way. Why some people get more severe infections than others, we don't know. I think that's a limitation of the medical field that we still don't know. For example, I have seen 90-year-old patients with cancer have COVID and have no symptoms. Relax patients. At the same time, I've seen 40-year-olds with no medical problems, fit and well. Our COVID and then they get infection in the lungs. They have to be taken to ITU, and I've seen some people die as well. And a lot of people now are getting more complications, such as COVID increases the risk of clots. So these are clots in the lungs, for example, pulmonary embolism, so lung clots, stroke when the clots form in the arteries in the brain, or heart attacks when the clots form in the arteries of the heart. So these are all complications which are happening, especially in a lot of young people. And the court of working colleagues as well, actually my age, they have received pulmonary embolism as a result of getting COVID. And there's no real explanation why. So I think the best thing we can do is to be prepared, to be aware of what the symptoms are, and get help at the right time. Thank you. Shibanyana, let me come back again. വാസനിലേക്ക് വരാം. ഈ വാസനയാണല്ലോ നമുക്ക് ഏറ്റവും ജനങ്ങളുടെ ഒരു സമയം. ഞാൻ അല്പം കൂടെ അതിലേക്ക് ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഞാനത് ബോധർ ചെയ്യുന്നില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. ഇഫ് ഐ ഡോണ്ട് വാണ്ട്, കാരണം ബാംഗ്ലൂർ കേട്ടിരിക്കുന്നു, ആണ്ട് എടുത്തു താഴെ വീണെന്നൊക്കെ കേട്ടിരിക്കുന്നു. അപ്പം ചില ആൾക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്, ഇത് എല്ലാവർക്കും പറ്റുന്നതല്ല, കുറച്ച് ആൾക്കാരെ എടുക്കട്ടെ, അതിനുശേഷം ഞാൻ നോക്കാം. നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഭാഷയിലുള്ള ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നു, പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. വാട്ട് ഈസ് യുവർ കമന്റ് അബൌട്ട്? എനിക്കിത് വേണ്ട, ബോധർ ചെയ്യുന്നില്ല. വാട്ട് ഈസ് യുവർ സജഷൻ അബൌട്ട് ഇറ്റ്? Okay.
I can understand your concerns with regards to if you don't want it, but you have to remember one thing. നമ്മളിപ്പം ഒരാള് വാക്സിൻ എടുക്കാതിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ that means it is not going to be effective. No vaccine is 100% effective, but at the same time, the most people who will be taking the vaccine, it is protecting yourself and others from getting infected. So when you as a person decide not to take vaccine, that means you are putting yourself at risk of getting the virus, but you are also putting others at risk around you because you're going to spread that. ഇപ്പം ഒരു വാക്സിൻ നമ്മൾ എടുക്കുമ്പം നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം there are small group of people who can't have it. ഇപ്പം നമ്മളൊരു റിസർച്ച് ട്രയൽ നടത്തുമ്പോൾ ഫോർ എക്സാമ്പിൾ ഐ മെൻഷൻ ഏർലിയർ പ്രഗ്നന്റ് വിമൻസിന് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെ ചില ഡിസീസ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉള്ളവർക്ക് അവരെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ if you are protected, then the spread will automatically come down if we take the vaccines. So taking the vaccine or not taking the vaccine, yes, it is an individual decision, but we also have to remember നമുക്കൊരു community responsibility ഉണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡിസീസ് നമ്മളെ കാരണം നമ്മൾ വേറെ ഒരാൾക്ക് കൊടുക്കല്ല, അല്ലെ അത് സ്പ്രെഡ് ചെയ്യരുതല്ലെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. So we should not think that it is not my problem and I should not take the vaccine. താങ്ക് യു. കമ്മ്യൂണിറ്റിയിൽ ആളുകൾ കേട്ടല്ലോ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നാട്ടുകാരും കൂടെ ജീവിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റഡ് ആയി തീരേണ്ടതാണ്. കൊറോണ പിടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ മറ്റുള്ളവർക്ക് കൊറോണ കൊടുക്കാതിരിക്കാൻ റൂമിൽ കയറിയിരുന്ന് നമ്മൾ സേഫ്റ്റി ആവണമെന്ന് വിചാരിച്ചു. അതൊരു പോളിസി ആയിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇതെടുക്കുമ്പോൾ നാം കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുവാണ്. സോ നമ്മൾ ഭയന്നിരിക്കേണ്ട ആവശ്യകതയില്ല, നമ്മൾ ഇത് എടുത്തേ പറ്റുകയുള്ളൂ. കാരണം എടുക്കുമ്പോൾ ഇതിന് പ്രയോജനം നമുക്കും ഒരുപക്ഷെ കമ്മ്യൂണിറ്റിക്കും കൊടുക്കുവാനായിട്ട് സാധിക്കും. താങ്ക് യു ശിവ. പ്രിയ അജി സാമുവൽ പാസ്റ്റർ, ഈ നമ്മുടെ കമ്മ്യൂണിറ്റി എപ്രകാരം സെക്കൻഡ് വേവിനെ ഫേസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലണ്ടൻ ഏരിയയിൽ നിന്നാണല്ലോ അന്ന് സംസാരിക്കുന്നത് തന്നെ. അനവധി വാർത്തകൾ വരുന്നുണ്ട്, അനവധി ആളുകൾ സെക്കൻഡ് വേവിൽ രോഗികളായി തീർന്ന് അറിയുന്നുണ്ട്, അനവധി ആളുകൾ പേഷ്യൻസ് വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുന്നുണ്ട്. ആ സ്ഥിതിയുടെ ആഴങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ പോലും ഈ സെക്കൻഡ് വേവിൽ അങ്ങ് എത്രമാത്രം ഡിഫറൻസസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലണ്ടൻ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്? സെക്കൻഡ് വേവ് പാസ്റ്റർ, നമ്മുടെ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി വളരെ സീരിയസ് ആയിട്ട് അതിനെ ഏറ്റെടുക്കുകയും ദൈവജനങ്ങൾ ഐക്യതയോടെ ഒരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ അനേക കൂട്ടുവേലക്കാർ അല്ലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സാഹചര്യമാണ്. നമ്മളെ വിട്ട് ഈ ലോകത്തുനിന്ന് ക്രിസ്തുസനിൽ വിശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി UK എല്ലാ ദൈവസഭകളും ഒരുമിച്ച് ഈ വിഷയം വളരെ സീരിയസ് ആയി കണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ സെഷൻസും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാസ്റ്റർ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഒരാൾ വാക്സിനേഷന് എടുത്താലും ആ വ്യക്തി ഒരു കാരിയറായി പോകാം. അപ്പോൾ വാക്സിനേഷൻ എടുത്താൽ തന്നെ കാര്യം അതുകൊണ്ട് തീരുന്നില്ല. എന്നാൽ ഈ സോഷ്യൽ ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഇഫ് യു ആർ ടെസ്റ്റഡ് പോസിറ്റീവ് സ്റ്റേ അറ്റ് ഹോം, ഇതെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ അതിനകത്ത് സഹകരിച്ചാലേ വാക്സിനേഷൻ എടുത്തത് കൊണ്ട് പോലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. കൂടാതെ ഇത് വരും ദിവസങ്ങളിൽ ഇതൊരു മണ്ടേറ്ററി ആയിട്ട് തന്നെ ഇത് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യും. എല്ലാവരും വാക്സിനേഷൻ എടുത്തിരിക്കണമെന്നുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ വേറെ കാരണങ്ങൾ കാണിക്കാതെ ഇതിനകത്ത് നിന്നും എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അങ്ങയുടെ ആ കമന്റുകൾ താങ്ക്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ പൊതുവായി ഈ സെക്കൻഡ് വേവിൽ വളരെ തീവ്രമായ ചിന്താഗതിയോടുകൂടെ തന്നെ ഒരു പൊതു യൂണിറ്റി പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രയർ നെറ്റ്വർക്കുകൾ ഒന്നിച്ച് സംഘടനാ വ്യത്യാസമില്ലാതെ നമ്മുടെ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് രാജ്യത്ത് തന്നെ വലിയ അനുഗ്രഹമായി തീർന്നു. താങ്ക് യു പാസ്റ്റർ ജി സാമുവൽ. ഐ കം ബാക്ക് ടു യു സൂൺ. ഡോക്ടർ അശ്വിൻ, ഈ സെക്കൻഡ് വേവിൽ എന്തെങ്കിലും പുതിയ സിംറ്റംസ് രേഖപ്പെടുത്തുന്നതായിട്ട് അങ്ങയുടെ അഭിപ്രായത്തിൽ ഉണ്ടോ? നമുക്കൊരു കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ ചോദ്യങ്ങൾ. കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ന്യൂ സിംറ്റംസ് അതർ ദാൻ ഫ്രം ഫസ്റ്റ് കോവിഡ് ലൈക്ക് ഫസ്റ്റ് ഏരിയ സെക്കൻഡ് വേവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? So firstly, I think that we all need to know the main symptoms. So three main symptoms are eppozhum parayunnathu. So fever, dry cough and tiredness. Idana nammal eppozhum paranjondiriക്കുന്ന symptoms. But we are seeing a lot more patients coming with other symptoms. So common things are loss of taste, loss of smell. People are very fatigued and tired.
flu symptoms, so like nasal congestion and sore throat. Other symptoms that is people who come with diarrhea and vomiting and feeling confused. These are symptoms. However, you can have complications of the virus as well. This is when you get severe shortness of breath, when you get secondary bacterial infection, and when you persistently have temperatures, when you get seizure or you get slurred speech. There are complications on the virus in there. So these are symptoms you can see potentially with the virus as well. But important if you develop any symptoms, to be honest, COVID can cause any symptoms. That's the main thing. So you need to be aware of who you're exposed to. Have you been in contact with someone who's got COVID? And the most important thing is you need to know when to get help. These symptoms, if, like I said, the serious symptoms as released by Public Health England are breathing. If you find your breathing is very difficult, if you have persistently high temperatures, if you start to notice that your family you're a bit confused, you have some seizures or trouble speaking, these are symptoms that you need to get help. And the advice, most importantly, is if you're watching me, you need to get yourself an oxygen monitoring pulse oximeter at home. At least you can monitor your sats if you all got COVID. And the important thing is if you're maintaining your saturations, it's a good sign. But if you start to notice that saturation decrease, it's time to get help. ഡോക്ടർ വിരോധമില്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ഞാൻ അതിനുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ ചോദിക്കാം, ശേഷം അടുത്ത ടെസ്റ്റുകളിലേക്ക് പോവാം. ഇപ്പോൾ കാണുന്ന എല്ലാ സിംറ്റംസും കോവിഡിന്റെ ഭാഗമായി മാറുമോ? മറ്റെന്തെങ്കിലും രോഗമായി വന്നാൽ പോലും അതും കോവിഡിന്റെ സിംറ്റമായി മെഡിക്കൽ വകുപ്പുകൾ വിലയിരുത്തുമോ? അങ്ങനെ ഒരു ഭയവും ജനങ്ങൾക്കുണ്ട്. So, Pastor, because COVID can cause any symptoms and it can affect any tissues or any cells in the body. So if you seek help at a hospital, obviously we do all the blood tests and all the scans and all the investigations. So obviously COVID is also a test that we do. If you come into hospital and you have a heart attack, whether the heart attack, COVID it doesn't matter. We'll still treat you for a heart attack. But if you have a stroke, whether COVID you'll still get treated for stroke. Stroke. So regardless of what the complication is or what complaint or symptoms or diagnosis you have, you will still get all the treatment that you need. Whether that's caused due to COVID or not COVID, who knows? Thank you so much. Good opinion. Shiba പറഞ്ഞു വന്ന വാക്കുകളിനകത്ത് ഒരു കാര്യം പറഞ്ഞു, പ്രഗ്നന്റ് വുമൺ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണല്ലോ അത്. ഒരു കമ്മ്യൂണിറ്റി അവയർനെസ്സും ഒരു എപ്പിസോഡിൽ എഡ്യൂക്കേഷനും കൂടെ ഇതിന്റെ ഭാഗമാണല്ലോ, നോളജ് അവയർനെസ്. എന്താണ് അതിന്റെ കാരണം? എന്താണ് ആ നിലയിൽ ഏതൊക്കെ ആളുകൾക്ക് എടുക്കാൻ കഴിയില്ല? പ്രഗ്നന്റ് വുമൺ മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും മേഖലകൾ കൂടെ ഉണ്ട്? കാണിയാം പ്ലീസ്. At the moment, our guidelines na parnekkunnathu pregnant women and people who has got some specific allergies. Pregnant women parayan karanam unfortunately oru vaccine trial cheyyumbozhum avaru pregnant women ne aa trial nath include cheyarilla, and for that reason we do not know the consequence of that. And ippam COVID inde safety is the same. So pregnant women, we do not know. Nammal ee medication ennu vecha it is because it is such a short duration ayadu karanam idinte long term effects endu aayirikkum alle we probably in the next couple of months, short term effects namakkariyam. If COVID eduthu kayna udane at least for a day you will feel a bit flu like symptoms adakka kanum, and then it will recover. But long term effects alle oru 3 മാസം alle 4-6 മാസം കഴിഞ്ഞിട്ട് effects നമ്മൾ ഇപ്പോൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. So people who have had the vaccines അതിന്റെ effects നമ്മൾ അറിയാൻ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. So for that reason pregnant women we don't encourage, because നമുക്ക് അതിന്റെ true effect അറിയത്തില്ല, and they were not participated in the trial. As much as the pregnant women, I also see a lot of hesitance, especially in the നമ്മുടെ Asian community. A lot of people are hesitant, partly because avarku already ariyam that we from the first wave of the COVID varumba Asian community alle black, Asian and minority, it affected more and more people were dying in that. Appa aa hesitation karanam lot of BAME community is withholding, a little bit skeptic about the vaccine. Again, the reason being the same. Nammal aadyam ivaru trial cheyidappam all the trials are voluntary. നമ്മൾ voluntary ആയിട്ട് അവർ participants-നെ invite ചെയ്യും. And sadly, because the vaccine was new, not many people from the BAME community approached or contacted the vaccine centers. Yes, I want to be, nobody wants to be a guinea pig, unfortunately. പക്ഷെ നമ്മുടെ ആ misrepresentation, നമ്മുടെ ആ trial ചെയ്തപ്പം BAME community was underrepresented, and for that reason അവരുടെ എഫക്ട്സും അറിയത്തില്ല. But that does not mean that it is not safe for anybody who is fairly fit and well and healthy. So at this point, pregnant women, breastfeeding mothers, and anybody who has got very severe autoimmune diseases and allergies are advised not to take it. Thank you so much. Thank you, Shiba. Pastor G. Samuel, ഫസ്റ്റ് വേവ് വന്ന സമയത്ത് അങ്ങ് ഇവിടെ നമ്മുടെ ഗോഡിസി കൺട്രോളിൽ പല പ്രാവശ്യവും ഡിസ്കഷൻ ഒക്കെ വന്നിരുന്നു.
ഞാൻ ഈ ഡിസ്കഷന്റെ ഒരു ഭാഗം അങ്ങേ മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പോകണം. അങ്ങയുടെ അഭിപ്രായം കേൾക്കേണ്ടത് ആവശ്യമുണ്ട്. ഫസ്റ്റ് ഭാഗത്ത് വന്നപ്പോൾ അങ്ങ് പറഞ്ഞു വേണ്ടതായിരിക്കുന്ന നിലകളിലുള്ള ഒരു പരിചരണവും ഒരു കെയറും സപ്പോർട്ടും ഒക്കെ പല മേഖലകളിൽ ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിന്റെ അസൗകര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇതൊക്കെ കോപ്പപ്പ് ചെയ്യാനും ഇതൊന്നും കുഴപ്പമില്ല, എത്ര പേഷ്യന്റ് വന്നാലും നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ള നിലയിലേക്ക് ഒരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയെന്നാണോ അങ്ങയുടെ അഭിപ്രായം? അതോ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടോ? പാസ്റ്റർ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ കറക്റ്റ് ആണ്. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. വേണ്ട രീതിയിലുള്ള PPO അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ഒന്നും നമുക്ക് ഫസ്റ്റ് ടൈമിൽ കിട്ടിയില്ല, ലേറ്റ് ആയ കിട്ടിയ. എന്നാൽ വൺസ് നമ്മളിപ്പോ ഇതിനെല്ലാം ഇഷ്ടംപോലെ PPE ഉണ്ട്, എല്ലാ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് എല്ലാ ഏരിയകളിലും ഉണ്ട്. എന്നിട്ട് പോലും ഇത് ഔട്ട് ഓഫ് കൺട്രോളിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പോൾ കൊറോണയെ നമ്മൾ ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. തായ്ലൻഡ് ഉള്ളി കൺട്രി അവിടെ 6 പേരുടെ മരിച്ചിട്ടുള്ളൂ ഇതുവരെയും. അതേസമയം അവർ വെൽ അഡ്വാൻസ് ആയിട്ട് ഇതിനെ കണ്ടു പ്രൊട്ടക്ട് ചെയ്തു. അതേസമയം നമ്മൾ ഇത്രയും ഡെവലപ്ഡ് കൺട്രി, പല കൺട്രിയും ഈ കൊറോണയെ ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്നാൽ ഇവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്, ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഈവൻ ജോലി ഇല്ലാത്തവർക്ക് പോലും ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്കിപ്പോ ഗവൺമെന്റ് ഒരു കാരണവശാലും ബ്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. ദേ ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ്. ബട്ട് തിങ്ക് ഡിലേ ആക്ഷൻസ് എടുത്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഡോക്ടർ അശ്വിൻ, ഈ ഇതുമായിട്ടൊരു ചെറിയ പഠനം നടത്തിയപ്പോൾ ഈ കൊറോണയ്ക്ക് ചില സ്റ്റേജുകൾ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. 1, 2, 3 സ്റ്റേജുകളൊക്കെ എത്തുമെന്നും, ആദ്യത്തെ സ്റ്റേജ് വീട്ടിൽ ഇരുന്നുകൊള്ളുക, സ്റ്റീം എടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആകെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ സീക്കിന് വേണ്ടി നമ്മൾ ആംബുലൻസ് വിളിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെയാണ് പൊതുവായി ജനങ്ങൾ പറയപ്പെടുന്നത്. ഇതിന് സ്റ്റേജ് ഉണ്ടോ, അതോ ആകെ ഒരു സ്റ്റേജ് ഉള്ളോ, 2 സ്റ്റേജ് ഉണ്ടോ, 3 ഉണ്ടോ, 4 ഉണ്ടോ, അതോ സ്റ്റേജ് ഒന്നും ഇല്ല, ഇതൊക്കെ ഒരു ഒപ്പീനിയൻസ് മാത്രമാണോ, അതോ ഓരോ മനുഷ്യരുടെ മനഃശാസ്ത്രപരമായ നിഗമനങ്ങളാണോ? മെഡിക്കൽ സയൻസ് അഥവാ ഡോക്ടേഴ്സ്, വാട്ട് യു ക്യാൻ കമന്റ് സ്ട്രോങ്ലി, എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് കണ്ടിരിക്കുന്നത് ഈ സെക്കൻഡ് വേവ്? അത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് I just wanted to say, നമ്മൾ ഈ വൈറസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ we know it is such a very small virus. So ഒരു 80 to 120 നാനോമീറ്റർ സൈസുള്ള വൈറസ്, നമ്മുടെ ഒരു ഹെയറിന്റെ ഡയമീറ്റർ നോക്കുവാണെങ്കിൽ about 1000 viruses can fit into this diameter. സോ ഇത് നമ്മുടെ മൗത്തിൽ നിന്നോ നോസിൽ നിന്നോ ഒരു ഡ്രോപ്ലെറ്റ് ആയിട്ടല്ല, ഒരു എയറോസോൾ ആയിട്ട് ഇത് വരുമ്പോൾ it stays in there. നമ്മൾ ഇത് ബ്രീത്ത് ചെയ്ത് നമ്മുടെ അകത്തോട്ട് കയറി it goes into the respiratory system. അങ്ങനെയാണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാകുന്നത്. To be honest, as far as we are concerned, ഞങ്ങൾ ഡോക്ടേഴ്സ് in the UK, we don't really think about it in stages. അങ്ങനെ ഒരു സെക്ഷൻ ഞങ്ങൾ തിരിക്കാറില്ല. Although I am aware some newspapers have reported stages of coronavirus. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം I see it in 3 different categories. So for me, it's either you've got COVID with no symptoms, you've got COVID with mild symptoms, or you've got COVID with severe symptoms. So I guess അത് സ്റ്റേജ് 1 to 3 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. സോ ഫോർ എക്സാമ്പിൾ സ്റ്റേജ് നമുക്ക് വേണമെങ്കിൽ പറയാം കോവിഡ് ഉണ്ടോ, ഒരു സിംറ്റംസും ഇല്ല. സ്റ്റേജ് 2 is where you have COVID but ചെറിയൊരു nasal congestion അല്ലെങ്കിൽ ഒരു sore throat, ചെറിയൊരു cough. And stage 3 is where you got loads of symptoms. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ബട്ട് ഞാൻ പറഞ്ഞില്ല 1 and 2 സിംറ്റംസ് ഇല്ല, മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ the advice is stay at home, rest, make sure നമ്മൾ നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആണ്, eat well, that kind of things you need to look after. And if you get severe symptoms, നേരത്തെ പറഞ്ഞ symptoms, you need to go to hospital, get help, and you might need treatment. Thank you. ഷിബ, ഈ നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്ന കാര്യത്തില് ഹൗ പെയിൻഫുൾ, ഇതിൽ പെയിൻഫുൾ ആണോ? ദാറ്റ് മീൻസ് ബോഡി മുഴുവനായിട്ടുള്ള എഫക്ഷൻസ്, അങ്ങനെയുള്ള മേഖലകളിലുള്ള കുറെ റിപ്പോർട്ടുകളും പല വാർത്തകളും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കടന്നു വരുന്നുണ്ട്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പം ചോദിക്കുന്നത്. കാരണം ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ ഇതിനെ കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മേഖലകളിലോട്ട് അല്പം കൂടെ ഉള്ള നിങ്ങളുടെ ട്രെയിനിങ്ങും നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ഈ കാര്യം അല്പം കൂടെ ചോദിക്കാനുള്ള കാരണം, വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ ഗെറ്റിംഗ് വാക്സിനേറ്റഡ് ഇഫ് ന്യൂ സ്ട്രെയിൻസ് ഓഫ് കോവിഡ് ആർ അപ്പിയറിംഗ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ കമന്റ് അബൌട്ട് ഇറ്റ്?
Thank you, Pastor. To the first part of your question, is it painful? Yes, you can. It depends on individuals. Some people may get a little bit of sore arm for a day. Some people get actually proper temperature and body ache and everything, but that also is very, very short-lived. ആദ്യത്തെ ഒരു ദിവസം അല്ലെ മാക്സിമം 2 ദിവസം കാണും. ആൻഡ് ആ കൈയുടെ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ സാധാരണ ഫ്ലൂ വാക്സിൻ എടുക്കുമ്പോഴും അതേപോലൊക്കെ സിംറ്റംസ് നമുക്ക് ഒരു ദിവസം വല്ലതും കാണും. സോ ഫാർ അതിനേക്കാൾ കൂടുതൽ ആരും റിപ്പോർട്ട് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. നോട്ട് ആസ് മേജർ സിംറ്റംസ്. പക്ഷേ there are some very small numbers who have had allergic reaction to vaccine, and that again is common with any vaccination. As far as the question goes for ഇപ്പം ന്യൂ വേരിയന്റ് വരുവാണെങ്കിൽ ഞങ്ങൾ വാക്സിൻ എടുത്തിട്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുമ്പം യെസ്, ആക്ച്വലി ഈ ഇപ്പോഴത്തെ കറണ്ട് വേരിയൻസ് വന്നിരിക്കുന്നതും സയന്റിസ്റ്റ് ഫീൽ ദാറ്റ് ദ വാക്സിൻ ദാറ്റ് ദേ ഹാവ് ജനറേറ്റഡ് ഓർ ക്രിയേറ്റഡ് ഈസ് സഫീഷ്യന്റ് ഫോർ ദ ന്യൂ വേരിയന്റ് ഓഫ് ദ വാക്സിൻ. ഇനി പുതിയ വേരിയൻസ് വരുമോ വി കനോട്ട് സേ. I probably God knows that answer more than anybody else. Even the scientists won't be able to say that. There may be able to new variants may come, but because of the confidence and the small genetic tweak that they need to make, ഇപ്പോഴത്തെ വാക്സിനേഷനെ അവർക്ക് ട്വീക്ക് ചെയ്ത് ആ വേരിയന്റിനെ എതിരേൽക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് സയന്റിസ്റ്റ് ഇപ്പോൾ ബിലീവ് ചെയ്യുന്നത്. ബട്ട് we also have to believe in the greatness of our God Almighty. But I would say that we are a lot more confident in the current vaccine. Thank you so much. പ്രിയ പക്ഷി സാമുവൽ, അങ്ങനെ ഒന്ന് കൂട്ടുകൂടുന്ന കാര്യങ്ങൾ വിജയിക്കത്തുള്ളൂ. ഈ ആന്റിബയോട്ടിക് എന്നൊരു പ്രശ്നം നമ്മുടെ ഇടയിൽ നിന്നിപ്പുണ്ട്. ഇപ്പം ഡോക്ടർ അശ്വിൻ പറയുന്നത് സ്റ്റേജ് 1, 2, 3 എന്നൊന്നും ഇല്ല എന്നാ പറയുന്നത്. ശരിയായിരിക്കാം, പല കാര്യങ്ങളും നമുക്ക് റിട്ടൺ പേപ്പറിലെങ്കിലും നമ്മുടെ തിങ്കിങ്ങിൽ ചില കാര്യം പ്ലാൻ ചെയ്തിട്ടാണല്ലോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ 1 to 10 എത്ര പെയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 7 ഉണ്ട്, 6 ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു ഡോക്യുമെന്റേഷന്റെ ഭാഗത്തുനിന്ന് ആയിരിക്കണമെന്നില്ലല്ലോ. അതൊരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിരിക്കും, ഒരു ഒബ്സർവേഷൻ ആയിരിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ പോലും സ്റ്റേജ് 1 ഒരു ഒബ്സർവേഷൻ. ഞാൻ 4 days വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ 5 days. എന്നോട് വിളിച്ചപ്പോൾ ഞാൻ ഇതിൽ പോയപ്പോൾ ചോദിച്ചു നീ എത്ര ദിവസമായി? ഞാൻ പറഞ്ഞു ഞാൻ 4-5 days. അപ്പോൾ പറഞ്ഞു ഈ സ്റ്റേജ് 1 നിൽക്കുന്നത്, അല്ലെങ്കിൽ 1ാമത്തെ ഭാഗം നിൽക്കുകയാണ്. ഒരു 6-7 ക്യാമ്പിൽ ക്രിട്ടിക്കലായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ ഓരോ മേഖലകളിൽ ആ ഒരു പ്രൊസീജിയർ മുന്നോട്ട് പോകുമ്പോൾ ഏതായാലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഈ ഇൻഫെക്ഷനുള്ള ആദ്യത്തെ പ്രതിവിധി പല രാജ്യങ്ങളിലും പല നിലകളിലുള്ള മെഡിസിനുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ മരുന്ന് അല്ലെങ്കിൽ പോലും, കോവിഡിനായിട്ട് കണ്ടുപിടിച്ചൊരു മരുന്ന് ഇല്ലെങ്കിൽ പോലും മറ്റുള്ള നിലകളിലുള്ള ആന്റിബയോട്ടിക്കൊക്കെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം അന്ന് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു, ഈ വിഷയത്തിലൊക്കെ നമ്മൾ അല്പം കൂടെ ശാന്തമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ 5-6 ദിവസം കഴിയുമ്പോഴൊക്കെയാണ് ഇതിലേക്ക് പോകുന്നത് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അങ്ങയുടെ അഭിപ്രായം എങ്ങനെയാണ്? തിരിച്ചിലുണ്ടോ അതോ അത് തന്നെയാണോ എന്ന് എനിക്കറിയാൻ ചോദിക്കും. എനിക്ക് ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോൾ ഓൾമോസ്റ്റ് 8 days റിയലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസവും എനിക്കുണ്ടായിരുന്നു. ഭയങ്കര ബാക്ക് പെയിനും. നമ്മുടെ പഴയ ആ കോവിഡ് എന്ന സമയത്തെ സിംറ്റംസ് അല്ല ഇപ്പോഴത്തെ സിംറ്റംസ്. കുറച്ചുകൂടെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മുടെ ബോഡി. ഞാനൊരു 8 days പോലും ഞാനും എൻ്റെ വൈഫും കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതിയുടെ ഇതിന്റെ ആ ഹാർഡ്നെസ് കൂടുകയാണെന്നുള്ളത്, ഈ വൈറസിന്റെ ഹാർഡ്നെസ് കൂടുകയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇതുവരെയും എന്റെ അറിവില് ഒരു ഇപ്പൊ ഡോക്ടേഴ്സിനോട് പോലും ഞാൻ ചോദിച്ചു ആന്റിബയോട്ടിക്സ് ഞാൻ കഴിക്കണോ? ദേ ആർ നോട്ട് അഡ്വൈസിങ് ടു ഹാവ് ആന്റിബയോട്ടിക്സ്. ആരും പറയുന്നില്ല. ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചു ഐ ഷുഡ് ടേക്ക് ആന്റിബയോട്ടിക്സ്. ദേ ആർ നോട്ട് അഡ്വൈസിങ് എനിത്തിങ്. സോ ഏറ്റവും ഞാൻ ചെയ്തത് വീട്ടിൽ തന്നെ നമ്മുടെ നാടൻ കുറച്ച് റെമഡീസ് ഒക്കെ ഉണ്ടല്ലോ. പറയുന്നവരെല്ലാവരും പറയുന്നത് എന്തുവാ, നാരങ്ങ വെള്ളവും ഇഞ്ചി വെള്ളവും ആവശ്യത്തിന് കുടിച്ചോളാൻ പറഞ്ഞു. 3 നേരം സ്റ്റീം എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എല്ലാവരും നമ്മുടെ കോമൺ ആൾക്കാർ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ NHS എന്നെ ട്രേസ് ചെയ്ത് NHS അവരുടെ അഡ്വൈസർ വിളിച്ചപ്പോ അവർ പറയുന്നത് എന്തുവാ, യു ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ, ginger, lemon, and all this. That's what they are also saying. Take a steam. That's it. താങ്ക് യു. ഞാൻ ഡോക്ടർ അശ്വിനിലേക്ക് വരികയാണ്. അശ്വിൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ ഒരു വ്യക്തിപരമായ ചോദ്യം കൂടി ആയി കണ്ടാൽ മതി. അങ്ങയുടെ ലിമിറ്റ് ഒക്കെ അനുസരിച്ച് മറുപടി പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം, എനിക്ക് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങേക്ക് ലിമിറ്റ് അനുസരിച്ച് അങ്ങേക്ക് മറുപടി പറയാം. ഇപ്പോൾ ഈ കോവിഡ് എന്നുള്ള മഹാരോഗം ലോകത്ത് മനുഷ്യർക്ക് പിടിച്ചിരിക്കുന്നു, സ്വാഭാവികമാണ്. ഇതൊരു ഇൻഫെക്ഷൻ സ്വാഭാവികമാണ്. അപ്പോൾ ഈ കോവിഡ് ഒരു മരുന്ന് കണ്ടുപിടിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ ഒരു സംശയം,
ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയപ്പെടുന്ന മറ്റേ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക് കിട്ടാതെ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. സ്വാഭാവിക മനുഷ്യന്റെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോൾ മറ്റേതെങ്കിലും പനികളോ സാധ്യതകളോ ഉണ്ടായ സമയങ്ങളിൽ പോലും മറ്റുള്ള ആന്റിബയോട്ടിക്സുകളാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കോവിഡ് എന്നുള്ള ഈ വലിയ ബാക്ടീരിയ നമ്മളെ പിടിച്ച് തിന്നാൻ വരുന്ന, നമ്മളെ വിഴുങ്ങാൻ വരുന്ന ഈ സാധനം, അതിന് തക്കതായ ഒരു മെഡിസിൻ ഇല്ലെങ്കിൽ പോലും ഒരു പരീക്ഷണത്തിന് സ്വാഭാവികമായും ഒരു ബേസിക് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇത് പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഒരു ഡെസിഷൻ എടുക്കാൻ ഈ നമ്മുടെ ഇടയിലുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് തനതായ ആളുകൾ തയ്യാറാകുന്നുണ്ടോ, അതോ അവരൊരു 5-6 days 7-8 ദിവസങ്ങൾ ശേഷം ഈ കൊടുക്കുന്ന ആന്റിബയോട്ടികൾ എന്തായിരുന്നാലും ആ സമയത്ത് അത് കൊടുക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഞാൻ എന്റെ അറിവനുസരിച്ച് പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ശേഷം പിന്നെ അവിടെ ശേഷം സ്റ്റിറോയിഡ് മറ്റുള്ള ആന്റിബയോട്ടിക് കൊടുക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വരെ അത് എത്തിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? അത് അവിടെയാണ് അത് കൊടുക്കേണ്ടത്. ഇത് ജനങ്ങളുടെ ഒരു സംശയമാണ്. ഒരു റേഷ്യോ കിടപ്പുണ്ട്. 1 to 10 days ഏത് റേഷ്യോയിലാണ് നമ്മൾ ഈ വൈറസിനെ പിടിക്കാൻ ഒരല്പം വെടിവെക്കുന്നത്? അല്പം ഷൂട്ട് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണ്? എന്റെ ഒരു ഭാഷയിൽ ചോദിച്ചത് മാത്രം. Thank you, Pastor Uncle. So it is a very good question. I think everybody needs to know the answer to this question. Because I know that patients ചോദിക്കുന്ന ഒരു question ആണ്. So thank you for asking me this question. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, I think the coronavirus or COVID-19 itself is not a bacteria. It is a virus. So നമ്മൾ antibiotics എടുക്കുമ്പോൾ it is for a bacteria. So നമ്മൾ antibiotics COVID-നെതിരെ എടുക്കുകയാണെങ്കിൽ it has no effect on the virus and it will not treat the COVID-19 virus. Okay. Our reason കൊണ്ടാണ് we don't advise giving antibiotics to people with COVID-19 because it is a virus. അതൊരു ബാക്ടീരിയ അല്ല. The people are not joking, but still antibiotics കൊടുത്തോളൂ. What's the worst that can happen? Why don't we just give it? See, നമ്മൾ antibiotics കൊടുക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, like I said, the COVID virus itself, അതൊരു ചെറിയൊരു വൈറസ് ഞാൻ പറഞ്ഞല്ലേ, it has a outer covering called a capsid. അതിന്റെ അകത്ത് ജനറ്റിക് മെറ്റീരിയൽ, ഇത് നമ്മുടെ ബോഡി സെൽസിനകത്ത് കയറിയാണ് മൾട്ടിപ്ലൈ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം the problem is ഇത് can get into the lungs and cause a secondary bacterial infection. അപ്പൊ ആ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ it has no effect anyway. അപ്പൊ ഈ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ what we call as pneumonia, അതുണ്ടായി കഴിഞ്ഞ ആന്റിബയോട്ടിക്സ് കൊടുത്തോളം it will be effective. Pneumonia ഉണ്ടോന്ന് എങ്ങനെ അറിയുന്നത്? Pneumonia is actually a diagnosis that we see on a chest x-ray. നമുക്കൊരു ചുമ വന്നെന്നോ നമുക്കൊരു കഫ് ഉണ്ടെന്ന് വെച്ചാൽ that's not pneumonia. Pneumonia നമ്മളൊരു ചെസ്റ്റ് എക്സ്റേ ആ ഫൈൻഡിങ്സ് കാണുമ്പോൾ when you correlate that with the symptoms and the blood test, അങ്ങനെ നമുക്ക് അറിയുന്നത് ന്യൂമോണിയ വന്നെന്ന്. സോ ആ ന്യൂമോണിയ വന്ന സമയത്ത് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുത്താൽ it will be effective. അതിന് മുമ്പ് നമ്മൾ കൊടുത്താൽ it will not be effective. So why do we not give it? ഇതുകൊണ്ട് മാത്രം. ഇപ്പൊ നമ്മൾ just imagine, എനിക്ക് കോവിഡ് വന്ന് ഡേ 1 തന്നെ ഞാൻ ആന്റിബയോട്ടിക്സ് എടുത്തു. It has no effect on me. Okay, 5 ദിവസം കൊണ്ട് നമ്മുടെ ആന്റിബയോട്ടിക്സ് ഫിനിഷ് ആയി. Okay, and say 7-8 days കഴിയുമ്പോഴായിരിക്കും ഈ കോവിഡ് ആക്ച്വലി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, when we actually need the antibiotics. Okay, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, if you take antibiotics unnecessarily, നമ്മൾ വേണ്ടാതെ എടുത്തു കഴിഞ്ഞാൽ the body actually or the bacteria develops resistance to it. എന്ന് പറഞ്ഞാൽ the bacteria can mutate as well. അപ്പൊ നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് പിന്നെ എടുത്താൽ ചിലപ്പോൾ ഇഫക്റ്റീവ് ആയെന്ന് വരത്തില്ല. And that is a big problem. കാരണം ഓർത്ത് വയ്ക്കുക, നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക്സ് എടുക്കുന്നവരാണെങ്കിൽ ഫ്യൂച്ചർ ഒരു പ്രോപ്പർ ഇൻഫെക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക്സ് ഒന്നും ഇഫക്റ്റീവ് ആതിരിക്കുമെന്ന് ആലോചിക്കേ. A lot of people are dying actually because of antibiotic resistance. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ആന്റിബയോട്ടിക്സ് ട്രൈ ചെയ്ത് വരുമ്പോഴേക്കും സിവിയർ ഇൻഫെക്ഷൻ ആവുന്നത്, ട്രീറ്റ് ചെയ്യാൻ മേലത്തെ ഒരു അവസ്ഥയാവുന്നത്. ആ ഒരു അവസ്ഥയിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ നോക്കുന്നത്. But in terms of treatment, I'll just take a few minutes to explain the treatment for it. Virus ആയതുകൊണ്ട് there is unfortunately currently no real treatment for it. Pala antiviral drugs, there are loads of trials going on, such as recovery trials and solidarity trials. ഇതിനകത്തെല്ലാം പല ട്രീറ്റ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്, which has some shown benefits, some not shown benefit. അതിനൊരു പ്രോപ്പർ ആയിട്ട് ഒരു ബെനിഫിറ്റ് കണ്ടിട്ടില്ല. That is why we are not giving it to these patients. For hospital വരുന്ന patients, what we do is we give them supportive care. For example, what that means is if they are dehydrated, we will give them fluids. If they need oxygen, we give them oxygen. If they develop an infection such as pneumonia, we give them antibiotics. And the other treatment that we now offer is steroids. Steroids കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻസ് വരുമ്പോൾ what happens is the body ചിലപ്പോൾ ഓവർ റിയാക്ട് ചെയ്യും and produces a hyper acute immune reaction. ഒരു ഇൻഫ്ലാമറ്ററി റിയാക്ഷൻ ആയിട്ട് മാറുമ്പം അങ്ങനെയാണ് നമ്മൾ ഇത് എക്സ്ട്രാ റിയാക്ഷനുമായി സൈറ്റോകൈൻ സ്റ്റോമൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ഫെയിലിയർ, ലങ് ഫെയിലിയർ, ലിവർ ഫെയിലിയർ എല്ലാം ആയി വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി we give dexamethasone, which is a steroid. അപ്പോൾ അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, reduces the inflammation.
പക്ഷെ അത് ട്രയൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ കൊടുക്കുന്ന പേഷ്യൻസ് അല്ല ഒത്തിരി അൺവെൽ ആയ പേഷ്യൻസിനെ ബെനിഫിറ്റ് ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കുക എന്നാ പിന്നെ കോവിഡ് വരുമ്പോൾ നമുക്ക് സ്റ്റെറോയിഡ് കൊടുത്തൂടെ? അതും പാടാണ്. ബിക്കോസ് ഈ സ്റ്റെറോയിഡ് എന്നാ ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ റിയാക്ഷനെ ഡാമ്പൻ ചെയ്യുകയോ ചെയ്യുന്നത്, കുറയ്ക്കുകയോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇമ്മ്യൂൺ റിയാക്ഷനും വേണം, കാരണം ഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ടല്ല നമ്മൾ ബോഡി ബാക്ടീരിയ വൈറസിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു 50-50 ഒരു ബാലൻസ് ആണ്, റൈറ്റ് ടൈമിൽ നമ്മൾ റൈറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. ദാറ്റ് ഈസ് വൈ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ ചാടി കയറി എല്ലാവർക്കും എല്ലാ മെഡിസിനും കൊടുക്കാത്തത്. വി ഓൺലി ഗീവ് ട്രീറ്റ്മെന്റ് ടു പേഷ്യൻസ് ഹു ആക്ച്വലി നീഡ്. അത് എക്സ്പെഷ്യലി നമ്മൾ മലയാളികൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. കാരണം എനിക്ക് എല്ലാവരും അറിയാം ഹോസ്പിറ്റലിൽ ആന്റിബയോട്ടിക് എടുത്തുകൊണ്ടിരുന്നു, ആന്റിബയോട്ടിക്സ് എടുത്തുകൊണ്ട് പോടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പക്ഷെ അത് മോണിറ്റർ ചെയ്താൽ മതി. ഇഫ് യു ഡെവലപ്പ് സീരിയസ് സിംറ്റംസ് ഹോസ്പിറ്റലിൽ പോവുക, ഗെറ്റ് ചെക്ക്ഡ് അപ്പ്. ഇഫ് യു ഹാവ് pneumonia, take antibiotics. That would be my advice. Thank you so much for clear explanation. I'll come back to you soon. കുറച്ചും കൂടെ ആധികാരികമായ വിഷയത്തിൽ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആളുകളെ പല ചോദ്യങ്ങൾ എനിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വാട്സാപ്പിൽ അനേകം മെസ്സേജുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ ഡോക്ടർ അശ്വിനിലേക്ക് ഞാൻ അതുമായി വന്നിട്ട് അല്പം കാര്യങ്ങൾ കൂടെ വിശദീകരണത്തിനായിട്ട് കടന്നു വരും. പ്രിയ ഷജി സാമുവൽ, നമ്മുടെ കമ്മ്യൂണിറ്റി വളരെയധികം യുണൈറ്റഡ് ആയിട്ട് പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് വേവ് അഫക്റ്റ് ആകുന്ന സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രമല്ല പൊതുവായി മലയാളി സമൂഹത്തിനിടയിൽ എങ്ങനെയുണ്ട് രോഗത്തിന്റെ റേഷ്യോ? ഇപ്പോൾ വെന്റിലേറ്റർ കേസുകൾ അനവധി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. അങ്ങയുടെ അറിവനുസരിച്ചും അങ്ങയുടെ കണക്ഷൻ അനുസരിച്ചും എത്രമാത്രമുണ്ട്? അതിന്റെ ഒരു നിലവാര സാഹചര്യം എപ്രകാരമുണ്ട്? പക്ഷെ നമ്മുടെ പ്രയർ ലൈനിൽ വരുന്ന മാട്രിക്സിനെ നമ്മൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 4 or 5 people they are in a critical stage. ആൻഡ് ഓൾസോ വീട്ടിലെ ഐസൊലേറ്റ് കിടക്കുന്നവർ വേറെ ഉണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ ഇത് പറയുന്നില്ല, പ്രാർത്ഥിക്കാൻ പോലും പറയുന്നില്ല. അവര് സ്വയം അവരിൽ തന്നെ ഒതുങ്ങുകയാണ്. ആക്ച്വലി നമ്മുടെ സമൂഹത്തിൽ ഈ കോവിഡ് വന്ന അനേകര് മറ്റൊരാളോടൊന്ന് പറയുകയോ ഷെയർ ചെയ്യുകയോ അങ്ങക്ക് ഒരു 2 മിനിറ്റ് എടുത്തതിനെ കുറിച്ച് പറയാം, പറയിപ്പിക്കാം എന്നുള്ള ആശയം പറഞ്ഞു. കാരണം ആളുകള് പറഞ്ഞെങ്കിലാണ് ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ, സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ലീഡർ ആയതുകൊണ്ട് പറയേണ്ടതാണെന്ന് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങ് 1 മിനിറ്റ് എടുത്തോളൂ പ്ലീസ്, പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലയോ. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡിനോമിനേഷനും ഒക്കെ ഉണ്ടെങ്കിലും ഈ ആർ പാർട്ട് ഓഫ് വൺ കമ്മ്യൂണിറ്റി, പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി. സോ നമ്മുടെ ചർച്ചുകളിലെ അല്ലെ നമ്മുടെ കുടുംബങ്ങളിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതുപോലുള്ള പ്രയാസങ്ങളുണ്ട്, തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അത് മറ്റുള്ളവരിൽ പ്രാർത്ഥനാ വിഷയമായിട്ട് എത്തിക്കാൻ മറക്കരുത്. ഇതൊരു നമ്മൾ ഹോൾ വേൾഡ് നേരിടുന്ന ഒരു പാൻഡമിക് വിഷയമാണ്, സമയമാണ്. അപ്പോൾ പലരും മടിക്കുക ഇത് പറയാൻ, അന്ന് സ്വന്തം പാസ്റ്ററോട് പറയാനോ അല്ലെങ്കിൽ നമ്മുടെ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മറ്റുള്ള ലീഡേഴ്സിനോടോ ഒക്കെ പറയാൻ മടിക്കുക. അതിന്റെ ആവശ്യമില്ല. നമുക്ക് രോഗം വന്നു, തീർച്ചയായിട്ടും നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അനേകരെ 100 ദിവസം കൂടുതലൊക്കെ വെന്റിലേറ്ററിൽ കിടന്നവരെ ദൈവം സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവന്നില്ലേ? അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ പ്രാർത്ഥനയിൽ കൂടെ പലതും സംഭവിക്കുമെന്ന്? എന്നാൽ ചില വിഷയങ്ങളൊക്കെ നമ്മളെ കൈവിട്ടു പോയ വിഷയങ്ങളും ഉണ്ട്. എന്നാൽ നമ്മൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ ജൂനിയർ റേഡിയോഗ്രാഫർ ഇപ്പോഴും സെന്റ് തോമസ് ഹോസ്പിറ്റലിലെ ട്രക്യോസ്റ്റമി എല്ലാം കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് വളരെ വിശ്വാസമുണ്ട് പ്രാർത്ഥന. പിന്നെ അതുപോലെ ലണ്ടനിലുള്ള പേരക്കാടൻ ചർച്ചിലെ ജൂലിയസ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ, അതും ഇങ്ങനെ വേറെ സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ അനേക സഹോദരന്മാരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കോവിഡ് പ്രയാസമുള്ളവര് ദയവായിട്ട് നിങ്ങളുടെ സഭാ ലീഡർ അല്ലെ നിങ്ങളുടെ ഓർഗനൈസേഷൻ അറിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അതിനെ വെറും നിസാരമായിട്ട് കാണല്ലെന്ന എന്റെ ഒരു അപേക്ഷ. താങ്ക് യു സോ മച്ച്. ജനങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. ഈ രോഗം എല്ലാ മേഖലകളിലും ഉണ്ട്, ഇന്നയാളെന്നൊന്നുമില്ല. നിങ്ങൾ അതുകൊണ്ട് ഇത് ഒരിക്കലും മറച്ചു വെക്കേണ്ടതായ ആവശ്യകതയില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളോടും പ്രാർത്ഥിക്കുന്നവരോടും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും പറയുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായും മെന്റൽ സപ്പോർട്ട് കിട്ടും. മാത്രമല്ല മെന്റൽ സപ്പോർട്ടിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും ആ നിലയിലുള്ള കോൺഫിഡൻസ് ഉണ്ടാവുകയും അതിനേക്കാളൊക്കെ ഉപരിയായി വലിയ പ്രയർ സപ്പോർട്ട് നിങ്ങൾ പോലും അറിയാത്ത ആയിരങ്ങളിരുന്ന് പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പേരൊന്നും പറയണമെന്ന് നിർബന്ധമില്ല.
ഇന്ന ആളുകളാണ് ഇന്നയാണെന്നൊക്കെ പൂർണ്ണമായി പറയണമെന്നില്ല. അത്യാവശ്യം ഒരു ഷോർട്ട് നെയിം ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ ഓർത്ത് വ്യക്തമായി പ്രാർത്ഥിക്കും, അതിന് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ജി, താങ്ക് യു സോ മച്ച്. ഷിബ, ഈ യങ് പീപ്പിൾ ചെറുപ്പം മുതലേ പലവിധമായ വാക്സിനേഷൻ എടുത്തിട്ടുള്ളവരാണ് അവരുടെ യങ് ഏജിൽ തന്നെ. കുട്ടികൾക്ക് ഇത് ആവശ്യമില്ല എന്നാണ് പൊതുവെ, ഇത് വന്നാൽ പെട്ടെന്ന് ഓട്ടോമാറ്റിക് റിക്കവർ ആകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും അവർക്കും വാക്സിനേഷൻ ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. വാട്ട് ഈസ് യുവർ സജഷൻ അബൌട്ട് ഇറ്റ്? വാട്ട് ഈസ് ദ റിപ്പോർട്ട് ഫ്രം NHS? At this moment in time, small children are not at the top of the list. Vaccination they are considering older people more, the people who are very at high risk more, and then health workers and so on. So children are not on the top of the list. But the question, should they be vaccinated? Yes, they should be vaccinated, definitely. Avarkum vaccination avashamundu. And like I said earlier on, the risk of spreading the disease will become less. Especially, if they are in touch with their grandparents, our grandparents meet, they are at risk of taking the disease with them and giving it to their elder grandparents or parents if they are not vaccinated. Vaccination avashamundu. One of the other thing is, I think oru chindagadi nu vecha kunningalku covid vannalum avaru pettannu recover avunu, they are, it's not affecting them that much. That is, yes, that is true. Although the vaccination covid is not affecting, but there have still been small number of deaths even in younger age. So it is not oru idu illa nu parayan pattathilla. And one more thing is, nammal ippom covid vannadinte thanne long term effects ariyunnade ullu. Nerthe G Shamal pastor parnathu pole, a lot of people are still suffering with it. I had COVID in November and I'm still got certain diseases. My memory is not the same. Half the things I forget. Lot of people are still having some of the effects of it. Angana vechu nokkumbam, we should not take any risk by not giving the vaccine to our children. Kyunki adinte pinnoru oru how will it affect their longer term? We don't want to take those chances. Thank you so much. ഡോക്ടർ അശ്വിൻ, ഈ ആന്റിബയോട്ടിക്സിന്റെ പ്രോബ്ലമൊക്കെ നമ്മൾ കണ്ടു, ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്ന് മനസ്സിലാക്കി. ഇതുവേ ഒരു പൂർണ്ണമായും ഒരു അവയർനെസ് കമ്മ്യൂണിറ്റിക്ക് ലഭിച്ചു കാണുമെന്ന് കരുതുന്നാലും നമ്മുടെ ആൾക്കാരുടെ സംശയം അത് തീരുകയില്ല. കാരണം നമ്മളായിരിക്കുന്ന മാതൃരാജ്യത്ത് ഒരുപക്ഷെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ആളുകളുടെ പരീക്ഷണം നടത്താറുണ്ട്. നമ്മള് ഒരുപക്ഷെ എല്ലാം നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുന്ന പോലല്ലോ നമ്മുടെ ആളുകൾ നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ ഇപ്പം ഒരു മാവിൽ മാങ്ങ ഉണ്ടെങ്കിൽ അത് കയറി പറിക്കുക എന്ന് മാത്രമല്ല, കല്ലുകൊണ്ടും എറിഞ്ഞ് മാങ്ങ പറിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്തക്കാരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ തൊട്ടി കൊണ്ടും മാങ്ങ പറിക്കാം, മാവിൽ കയറിയും പറിക്കാം, കല്ലുകൊണ്ടും എറിഞ്ഞ് പറിക്കാം എന്ന് പറഞ്ഞതുപോലെ പല പരീക്ഷണങ്ങൾ നടത്തുകയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മുടെ സമൂഹം പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് അല്പം ഒന്ന് മാറാം. ഈ ലങ്സും ഹാർട്ടും എനിക്കറിയാം ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. കോവിഡിന്റെ ഭാഗമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു. അതിനൊരു കണക്കൊന്നുമില്ല. എന്നാൽ പോലും ഈ സാച്ചുറേഷൻ 65, 55-ലോട്ടും 70-ലോട്ടും 85-ലോട്ടും ഒക്കെ വന്ന് ആംബുലൻസ് വിളിക്കപ്പെടുന്നു. വലിയ സീരിയസ് ആയ സിറ്റുവേഷൻ ആളുകൾ പോകാറുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ മടിക്കുന്നുണ്ടെന്ന്. പ്രധാനമായും വെന്റിലേറ്ററിൽ പോകുമോ, പോയാൽ തിരിച്ചു വരാൻ കഴിയില്ല, ഒരു ഭയമുണ്ട്. പിന്നെ വെന്റിലേറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് ആ വഴി അങ്ങ് പോകും എന്നൊരു ഭയം നിൽക്കുന്നു. കാരണം എല്ലാത്തിനെ കുറിച്ച് ഒരു ആശങ്ക ആളുകളുടെ ഇടയിലുണ്ട്. അതൊന്ന് സ്ഥിരീകരിക്കുവാനും വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ നാൾ വഴികൾ വളരെ നന്നായി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടും അല്പസമയമെടുത്ത് അശ്വിന് സംസാരിക്കാം. ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു, ലങ്സ് അഫക്റ്റഡ് ആകുന്നു, ഹാർട്ടിന് അല്ലെങ്കിൽ ശ്വാസതടസ്സങ്ങൾ സംഭവിക്കുന്നു, അതിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, അതിനുശേഷം ചില ദിവസങ്ങൾക്ക് ശേഷം വെന്റിലേറ്ററിലേക്ക് വരുന്നു, അതിനുശേഷമുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നത്? ചെറിയൊരു കാര്യം ജനങ്ങളുടെ ആശങ്കകൾ മാറ്റുവാൻ ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ പ്ലീസ്? Sure, thank you, Pastor Uncle. Pastor Manja, ആദ്യത്തെ പോയിന്റ് I'll just go back to one very quickly. ആന്റിബയോട്ടിക്സ് കാര്യത്തിൽ നമ്മൾ മലയാളികൾ എസ്പെഷ്യലി, ഞാൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, അവരങ്ങനെ പറയുക സാറില്ല നമുക്ക് ചില ആന്റിബയോട്ടിക്സ് കഴിക്കാമെന്ന്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ യു നീഡ് ടു റിയലി അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് ജസ്റ്റ് ഒരു ഷോർട്ട് ടൈമിനുണ്ട്. യു നീഡ് ടു തിങ്ക് ഓഫ് ദ ലോങ് ടേം. ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ആക്ച്വൽ ന്യൂമോണിയ വരുന്നത്. ഇപ്പം നമ്മളൊരു അമോക്സിസിനുള്ള കൊമേഴ്സ്യുള്ള എടുത്തെന്ന് വെച്ച് അത് എടുത്താലും എടുത്തില്ലെങ്കിലും the virus would have resolved on its own anyway. ആന്റിബയോട്ടിക്സ് കൊണ്ട് അല്ല സെറ്റിൽ ആണ്. അപ്പം ഫോർ എക്സാമ്പിൾ അതിന്റെ ഇഫക്ട് നമ്മൾ അനുഭവിക്കുന്നത് 10 years later നമ്മളൊരു പ്രോപ്പർ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് പെനിസിലിൻ തരുമ്പോൾ അത് നമുക്ക് ഇഫക്ട് അല്ലാതെ വരും. അപ്പോഴാണ് അതിന്റെ ഒരു സീരിയസ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ്സ് വൈ വി അഡ്വൈസ് അവോയ്ഡ്, ആവശ്യം വരുമെങ്കിൽ മാത്രം അത് കൺസൾട്ടേഷൻ ഓഫ് ദ ഡോക്ടർ നമ്മൾ എടുക്കാവുള്ളൂ എന്നുള്ളത്. സോ നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്കിപ്പോ എങ്ങനെയും ജീവിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നാളത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ പുതിയ മെഡിസിൻ വന്നാലോ,
Yes. I mean, the thing is, the antibiotic, the effective yes, I'll 100% recommend it. But antibiotics have no effect against virus. Because it is pointless, and the antibiotics itself have lots of side effects as well. Can affect the kidneys, it can do a lot of problems. So we try and avoid it. Anyway, I'll move on because I hope that that is clear from that point of view. The next point was about the treatment that we go through. It is very important, especially at this age, this time, oxygen saturation, pulse oximeter, because COVID, what it happens is it enters into the respiratory tract. So other number upper respiratory tract, your mouth, your nose, and then slowly it can you can multiply and it can come, and when it gets to the lungs, it can then cause pneumonia. It can go all the way down to the small tiny sacs called the alveoli. Gas exchange, the oxygen and carbon dioxide. When that's all inflamed, oxygen entry that becomes affected. Oxygen levels are so if you notice that number of oxygen levels are less than 92% or in the 80s or whatever, this infection is serious now. This is serious because it is now affected the lungs. COVID upper respiratory tract, it's okay. Cold, that's okay. But lungs, now it's serious, you need to get help. It's not going to get better. You need proper treatment. Hospital, I'll tell you what happens. Hospital patients daily COVID patients, when they come in, we do a full set of observations, we do blood tests. Observation our saturation and our heart rate and our blood pressure. Hemodynamic status and the treatment and the fluid. Blood test our kidneys work, our liver work, our blood count, our infection numbers. Evaluate antibiotics. Chest X-ray. COVID, chest X-ray, side patchiness white. That's because the alveoli and the lungs inflammation, infection, fluid side effect. This is a serious infection. We start oxygen. So we titrate oxygen. So we room air 21% oxygen. So deep breath, I'm actually breathing in 21% oxygen. Now, 21% we 1 liter 24%, 2 liter 28%, 3 liter 32%, 4 liter 36%. Depending on that, we hospital, we increase the liters of oxygen. That increases the percentage of oxygen we breathe in. Liter speed and mask. So increase we increase our oxygen saturation above 92. Some people at the moment recommendation 60% of oxygen so 10 liters. So 60% of oxygen 60% oxygen lungs fully saturated. That means that alveoli affected. So it's very difficult. Hospital proning procedure back. You lie on your back or you lie on your front. So the reason why we do that is the back actually is a big surface area, large surface area. Inflamed alveoli, gravity, we expect the fluid to sit to the front. Alveoli to increase and to improve the oxygenation. Adum working in the last 60% struggling on 100% oxygen. Our moment look maximum maximum oxygen antibiotics steroids still better. I think you need to consider him. ITU team and a critical care team and ITU work. So when they come, they analyze the patient and they see, okay, this is actually serious. Oxygen matram better. What we need to do is we actually need to do a higher oxygen supply. So for example, our NIV or they might need to intubate the patient. The reason why we do it is they get direct access inside, so you can ventilate the alveoli and the lungs better. The reason is and the hope is by giving antibiotics and the treatment, we hope to improve the infection. That's the procedure in which it will go, and by giving it the necessary treatment, we hope that the infection will settle. I'll settle like oxygen maintain with the extubate and then oxygen slowly decreasing. So that's the normal protocol that happens in hospital. Thank you so much for the procedures and the correct explanation for our people viewers. വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലകളിലുള്ള അനുസരിച്ചാണ് IGTV ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായ റൂട്ട് പ്ലാൻ ഇപ്പോൾ അശ്വിൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നല്ലോ.
നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ദയവായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക. നിങ്ങളുടെ സ്വന്തം പേജിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റു ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ദയവായി ഈ എപ്പിസോഡ് നമ്മുടെ സമൂഹത്തിൽ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക. ING TV എന്ന വലിയ ധർമ്മമാണ്. സമൂഹത്തെ സെർവ് ചെയ്യാനാണ് ഈ സമയം ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തെ പല വിധത്തിൽ സെർവ് ചെയ്യുവാൻ കഴിയും. ആരോഗ്യ പരിപാലനവും മനുഷ്യന്റെ രക്ഷ, ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ING TV നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ, അഡ്വൈസുകൾ, സപ്പോർട്ടുകൾ പ്രൊഫഷണൽസ് ആയിരിക്കുന്ന ആളുകളെ കൊണ്ട് ഞങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ ഷീബ, ഞാൻ ഈ വാക്സിനേഷൻ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ചോദ്യമാണ്. അതിനുശേഷം അല്പം 1-2 ഭാഗങ്ങൾ കൂടെ ചോദിച്ച് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സമയങ്ങളിലേക്ക് വരികയാണ്. ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും ഇത് വർക്ക് ചെയ്യപ്പെടുവാൻ എന്നൊരു ഹൗ ഡസ് ഇറ്റ് വർക്ക്? എത്ര ദിവസം മുതൽ കണക്കുണ്ടോ? അതോ ഹൗ ഇറ്റ് പ്ലാൻസ്? നിങ്ങളുടെ അനുസരിച്ചുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് അനുസരിച്ചിട്ട് എങ്ങനെയാണത് പറയപ്പെടുന്നത്? എത്ര ദിവസം എടുക്കുമെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയാണിത് വർക്ക് ഔട്ട് ആകുന്നതെന്നുള്ള കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഞാൻ ജിഷാമിലേക്ക് വരുന്നു. 1-2 കാര്യങ്ങൾ കൂടെ ഡോക്ടറോട് ചോദിച്ച ശേഷം നമ്മുടെ എപ്പിസോഡ് ഇവിടെ എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ്. Thank you, Pastor. When we take the vaccine, it actually, the first thing it attack our body's sudden response is because our vaccination or a foreign body aita കാണുന്നത്. So it basically it fights. And that is why നമ്മൾ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഡേയിൽ അല്ലെ സെക്കൻഡ് ഡേയിൽ നമുക്ക് ആ സിംറ്റംസ് വരാൻ കാരണം ബിക്കോസ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം കിക്സ് ഇൻ സ്ട്രേറ്റ് അവേ. ആൻഡ് ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. ദാറ്റ് മീൻസ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം ഇസ് വർക്കിംഗ്. അപ്പൊ ആ ഫ്ലൂ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 ദിവസം നമുക്ക് ഒരു വല്ലായ്മ വരുന്നത് ഇസ് ഗുഡ്. സോ ഇറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് ടു വർക്ക് ഇൻ. സോ ആ immediate immune response starts to happen, and slowly that once our immune system kick in ചെയ്തു കഴിഞ്ഞിട്ട് it recognizes that this is something that is needed and it actually settles down after that. നമ്മുടെ vaccination, once you are vaccinated, it depends on different person. Recently we have heard some news that oral vaccine എടുത്തു കഴിഞ്ഞിട്ടും I think one of my colleague itself, it's been 4 weeks since she took the vaccine and she has had COVID, but the difference is the symptoms are very, very mild. So vaccination eduthu kayinittu how quickly their body become immune depends on the individual persons. It can vary, but at the same time I think the good news is that if you are vaccinated, even if you then contact the COVID, your symptoms probably will be very, very mild comparative to if you don't take the vaccination. Thank you so much for the information. Pastor G. Samuel, ഈ സെക്കൻഡ് വേവ് ഒന്നിച്ച് മറികടക്കുകയാണ്. നമ്മളത് മുന്നോട്ട് പോയാൽ പറ്റത്തുള്ളൂ. പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ഈ ഒരു കാലത്തെ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. നമ്മുടെ പ്രൊഫഷണൽസിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ടുകൾ സ്പിരിച്വലിയും അല്ലാതെയും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു സാഹചര്യം, ഈ സെക്കൻഡ് വേവ് അങ്ങയുടെ വീക്ഷണത്തിൽ വ്യത്യസ്തമായ, സെക്കൻഡ് വേവിൽ അല്പം കൂടെ പ്രയാസം രോഗികൾ കൂടുതലായിട്ടുണ്ടെന്ന് അങ്ങ് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ റേഷ്യോ എത്രമാത്രം കൂടിയിട്ടുണ്ട് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? അഥവാ ഇപ്പോഴത്തെ ഈ റേഷ്യോ ഇങ്ങനെ എത്ര നാളും കൂടെ പോകുമെന്നാണ് ലണ്ടനിലുള്ള ഡോക്ടേഴ്സും അല്ലെങ്കിൽ അവിടെയുള്ള കണക്കുകൾ രേഖപ്പെടുത്തുന്നത്? കാരണം മാധ്യമങ്ങൾ പലതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ലണ്ടനിലാണ് അഫക്റ്റഡ് ആണെന്നും വലിയ ഹോസ്പിറ്റലുകളോട് ഉണ്ട്, പക്ഷേ അത് രോഗികളെ താങ്ങാൻ സാധിക്കുന്നില്ലെന്നും ഒക്കെ വലിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ നടക്കുന്ന വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന നിലയിലും അവിടുത്തെ സ്ഥിതിവിശേഷം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ എത്ര നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. അതിന് കടിഞ്ഞാണിടുവാൻ സാധിച്ചു വരുന്നുണ്ടോ? സാഹചര്യം എങ്ങനെയാണ്? അങ്ങേക്ക് ഒരു 1-2 മിനിറ്റ് സമയം എടുത്ത് പറയാം പ്ലീസ്. താങ്ക് യു പാസ്റ്റർ. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു BBC യുടെ റിപ്പോർട്ട്, ഞാൻ ജോലി ചെയ്യുന്ന ബാർട്സ് ഹെൽത്ത് കെയറിലാണ്. അതിന്റെ റോയൽ ലണ്ടൻ ഹോസ്പിറ്റലിന്റെ ഒരു ഫ്ലോർ കംപ്ലീറ്റ്ലി വെന്റിലേറ്റർ സജ്ജീകരണത്തോടുകൂടി കോവിഡ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം കപ്പാസിറ്റിയിലാണ്, അണ്ടർ ഫുൾ പ്രഷറിലാണ് ഈ ഹോസ്പിറ്റലുകളെല്ലാം ലണ്ടനും സറൗണ്ട് ആയിരിക്കുന്ന എല്ലാ ഹോസ്പിറ്റലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നാൽ എന്റെ ന്യൂഹാം ഹോസ്പിറ്റലിന്റെ സൈറ്റിലാണ്. ഞാൻ ആ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയുണ്ടായി. സ്റ്റാഫ് എല്ലാം വളരെ പ്രഷറുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാലും 2, 3, 4 ആഴ്ചയൊക്കെ ഓരോ സ്റ്റാഫ് സിക്കായിട്ട്
റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തിരിച്ചവർ വന്ന് വീണ്ടും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാനും ഒരു 3 വീക്സോളം ഞാനും റെസ്റ്റിലായിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച വീണ്ടും ജോലിക്ക് കയറി. അതുപോലെ മെഡിക്കൽ ലൈനിൽ ഫ്രണ്ട് ലൈനിൽ ചോദിക്കുന്നത് ഡോക്ടേഴ്സ്, നേഴ്സസ്, നമ്മുടെ ഒത്തിരി മലയാളി നേഴ്സസ് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലുണ്ട്. നമ്മുടെ പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള നേഴ്സസ് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഈ ഒരു പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടി 2 തരത്തിൽ, ഒന്ന് അവര് ജോലി സംബന്ധിച്ച് അവര് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയെ. രണ്ടാമത് പ്രാർത്ഥനയിൽ കൂടെ ഈ മഹാമാരിയെ എതിർക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ കൂടെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഒരു വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആക്ച്വലി ഞാൻ കാണുന്നത്. ഇപ്പൊ നമ്മള് ഒരാള് സിക്കായ തന്നെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ സിക്കായ തന്നെ ഉടനെ അവർ വിളിക്കുക, അവർക്ക് വേണ്ടി ഉടനെ പ്രത്യേക പ്രാർത്ഥന ടൈമുകൾ ഷെഡ്യൂൾ ചെയ്യുക. അങ്ങനെ ഒത്തിരി നല്ല, കഴിഞ്ഞ 10-15 വർഷം ഞാനിവിടെ കണ്ടതിൽ വളരെ യൂണിറ്റി ആയിട്ട് ദൈവജനങ്ങള് എല്ലാ വിഷയത്തിലും കോർഡിനേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് നമുക്ക് കുറച്ച് ഫുഡ് ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ദൈവജനങ്ങൾക്കൊക്കെ കുറച്ച് അവർക്ക് ഇനഫ് സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇപ്പൊ അങ്ങനെ ഫുഡിന് ഒരു ക്ഷാമവും ഇല്ല. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓപ്പൺ ആണ്. അന്ന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാവർക്കും പോയി വാങ്ങാം. അങ്ങനെയുള്ള ഒരു ക്രൈസിസും ഇല്ല. ഇപ്പോഴുള്ള ക്രൈസിസ് ഇതിനെ നേരിടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. എന്നാൽ നമുക്കറിയാം, നമ്മള് എല്ലാവരും അവരവരുടെ സൈഡ്, അവരുടെ റോള് വളരെ വെല്ലായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി ആയാലും അത് വേറൊരു കമ്മ്യൂണിറ്റി ആയാലും അല്ലെ ഗവൺമെന്റ് സൈഡ് ആയാലും. പക്ഷെ ഇതിന് ഏറ്റവും വലുതായിട്ട് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കേണ്ടത് ഒരു പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി വർദ്ധിപ്പിക്കുക, ദേശത്തെ ഈ ഒരു മഹാമാരിയിൽ നിന്നും വിടുവിക്കുക. അതിന് നമ്മൾ സമാന്യമായ ദൈവസഭകളും ദൈവദാസന്മാർ, ലീഡേഴ്സ്, ഓർഗനൈസേഷൻ ലീഡേഴ്സ് എല്ലാവരും അതിന് പ്രാധാന്യം കൊടുത്ത് അവരവരുടെ സഭകളിലുള്ള ഫ്രണ്ട് ലൈനിലുള്ള സ്റ്റാഫിനെ അല്ലെ മെഡിക്കൽ പ്രൊഫഷണൽസിനെ മെന്റൽ സപ്പോർട്ട് കൊടുക്കുക, പ്രയർ സപ്പോർട്ട് കൊടുക്കുക, അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കണം നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആസ് എ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അങ്ങ് ദയവായിട്ട് അവിടുന്ന് തുടരുക. പ്രിയ ഡോക്ടർ അശ്വിൻ, ഞാൻ അങ്ങയിലേക്ക് 1-2 കാര്യം കൂടെ പെട്ടെന്ന് ചോദിച്ചു നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട. ഷിബിയിലേക്ക് തന്നെ വരാം. ഈ പോസ്റ്റ് കോവിഡ് സിംറ്റംസ് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസങ്ങൾ ഇത് കണ്ടിന്യൂസ്? ചില ആളുകൾക്ക് കഫുണ്ട്, ദിവസങ്ങളോളം, ആഴ്ചകളോളം ഉണ്ട്. പിന്നെ പാൽപിറ്റേഷൻസ്, ഇങ്ങനെ പല പ്രോബ്ലംസ് കണ്ടിന്യൂസ് അഫക്റ്റ് ചെയ്യുന്ന വീട് ഭവനങ്ങളിലുണ്ട്. എത്ര നാള്, അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എത്രമാത്രം ഇത് ആളുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇപ്പോൾ മാത്രമല്ല, പലവധി NHS സ്റ്റാഫ്, ജോലി ചെയ്യുന്ന സ്റ്റാഫ്, നേഴ്സസ്, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ആളുകൾ പറയുന്ന കാര്യമുണ്ട്. അവർ കോവിഡ് ആയിരുന്നു, അവർ 10 ദിവസം ഐസൊലേഷൻ ചെയ്യപ്പെട്ടു, പിന്നെ പെട്ടെന്ന് അവർ തിരിച്ച് ജോലിയിലേക്ക് വരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച പിന്നെയും ജോലിക്ക് പ്രവേശിച്ചു, പിന്നെ പെട്ടെന്ന് പിന്നെ രോഗിയായി, പിന്നെ തിരിച്ച് ഭവനത്തിൽ വരുന്നു. അത് പിന്നെ വേസ്റ്റ് ആയ സിറ്റുവേഷനോട് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ പല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു നിലവാരം മനസ്സിലാക്കിയതനുസരിച്ചിട്ട് ഇതിന്റെ സിംറ്റംസ് എത്രമാത്രം കണ്ടിന്യൂഷൻ സാധ്യതയുണ്ട്? ഈ ഹൈ കഫ് നിലവിലുള്ള കഫ് എത്രമാത്രം ബാധിക്കപ്പെടും? ഇതിന്റെ ആഫ്റ്റർ എഫക്ഷൻ എവിടം വരെ ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങേക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. പ്ലീസ്. Thanks, Pastor Uncle. So, in your experience, when I'm seeing patients, especially with COVID, a range of symptoms, usually dry cough, even with the pneumonia, chalorka have 2 to 3 weeks. Chalorka it can last actually for 2 or 3 months as well. So that's quite common to last that long. But when you're dry cough in the mar, you wet cough arm, but if it remains a dry cough, sometimes it can take a few months to go off. Other symptoms, obviously, sister memory impairment. Ashwin, I can't focus as well as I did before. എനിക്ക് പണ്ടത്തെ അത്ര ഒരു ഷാർപ്നെസ്, ഒരു മെമ്മറി ഒന്നും ഇല്ല. ആ ഒരു സിംറ്റംസ് ഞാൻ കേൾക്കുന്നുണ്ട് വെരി കോമൺ ആയിട്ട്. പിന്നെ ഒരു ന്യൂറോ സൈക്കാട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ഇസ് വെരി കോമൺ പോസ്റ്റ് കോവിഡ്. പീപ്പിൾ ആർ വെരി ഐസൊലേറ്റഡ്, എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ ഡിപ്രഷൻ ആൻഡ് ലോ മൂഡ്സ് വി നീഡ് ടു അഡ്രസ് റിയലി വെൽ. പിന്നെ നമ്മൾ പല സിസ്റ്റംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, നമ്മൾ റെസ്പിറേറ്ററി നോക്കുവാണെങ്കിൽ, ഇഫ് യു ആർ ആസ്മാറ്റിക്, ഇറ്റ് ഇൻക്രീസസ് യുവർ ആസ്മ എക്സാസിബേഷൻസ്, ന്യൂമോണിയ വരാനുള്ള ചാൻസ്, ലങ് ക്ലോട്ട്സ് സച്ച് ആസ് പൾമണറി എംബോളിസം വരാനുള്ള ചാൻസ്. നമ്മൾ ന്യൂറോളജി നോക്കുവാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ്. നമ്മളിപ്പം ഹാർട്ടിനെ ഫോക്കസ്
നോക്കുകയാണെങ്കിൽ again the virus itself can cause inflammation of the heart muscle and നമ്മൾ myocarditis എന്ന് പറയും, which is quite rare but there are reported cases. നമ്മൾ heart attacks എന്ന് പറയാറുണ്ട്, and which can happen post covid as well. ഇതിപ്പം എത്ര നാൾ വരെ ലാസ്റ്റ് ആയിട്ട് വരാൻ പറ്റും എന്നുള്ളത് we can't predict. ഇപ്പൊ it's only been 1 year, so എത്ര നാൾ, how long does it take for these symptoms to come എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. But the most important thing is നമ്മൾ aware ആയിരിക്കണം ഈ symptoms. നമുക്ക് chest pain വരുവാണെങ്കിൽ we need to know how to react to it. നമുക്ക് shortness വരുവാണെങ്കിൽ we need to know how to react to it. ഈ ഒരു question കൂടെ I can also mention this one thing. നമ്മൾ എപ്പോഴും പറയും കോവിഡ് കാരണം ഹാർട്ടിനെ പറ്റി നമ്മൾ സൂക്ഷിക്കണം, ബട്ട് ആക്ച്വലി നമ്മൾ ഹാർട്ടിനെ പറ്റി അതിനെ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ ഫിഗേഴ്സ് നോക്കുവാണെങ്കിൽ COVID-19 unfortunately killed about 1.6 million last year, പക്ഷെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് നോക്കുവാണെങ്കിൽ it kills 7 million people every year. So നമ്മൾ ആരും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, because especially in our community high blood pressure, obesity, high cholesterol levels, hypertension, ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഡയബറ്റീസ്, ഇതെല്ലാം ഹാർട്ടിനെ ഒത്തിരി എഫക്ട് ചെയ്യുന്നു ഗോയിങ് ഫോർവേഡ്. സോ വി നീഡ് ടു ട്രൈ ആൻഡ് റിമെയിൻ ദ ഹെൽത്തി ലൈഫ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അഡൾട്ട് റെക്കമെൻഡേഷൻ ഓഫ് സോൾട്ട് ഈസ് യൂഷ്വലി ലെസ് ദാൻ 6 gram a day എന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ആണ്. നമ്മൾ ചിലപ്പോൾ ചോറിനകത്ത് കുറഞ്ഞ സോൾട്ട് കഴിക്കാൻ ഒരു ലിമിറ്റും ഇല്ല. സോ ഇത് സിമ്പിൾ കാര്യങ്ങളാണ് which we can prevent and help. With exercise, we try and control our blood pressure. Or blood pressure കഫ് മേടിക്കണം, try and control it. If you're diabetic, you need to try and control that level. Cholesterol ആണെങ്കിൽ try and eat healthy, try and have some kind of lifestyle. ഇതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യും just to improve your general immune system, general health. ഇതെല്ലാം നമ്മുടെ കാർഡിയോവാസ്കുലർ, ഹാർട്ടിനെ, ലങ്സിനെ എല്ലാം ബെറ്റർ ആക്കുന്നതാണ്. സോ കോവിഡ് സിംറ്റംസ് ഫ്യൂച്ചറിൽ എന്ത് കോംപ്ലിക്കേഷൻ ആവും എന്നുള്ളത് നമ്മൾ വറി ചെയ്യണ്ട. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ഹാപ്പൻസ്, ബട്ട് as long as നമുക്കൊരു നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ whatever condition you have, we can treat it. സോ നമ്മൾ അവെയർ ആയിരിക്കണം, അത് മാത്രം. താങ്ക് യു. ഒരു കാര്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഇടയിൽ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്ലഡ് ക്ലോട്ട് ആകുക അല്ലെങ്കിൽ ക്ലോട്ട് ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ചില രാജ്യങ്ങളിലൊക്കെ ഈ ആസ്പിറിൻ എടുക്കുന്ന ഒരു രീതികൾ കണ്ടിട്ടുണ്ട്. അതെടുത്താൽ അതിൻ്റെതായ പ്രോബ്ലംസും കേൾക്കുന്നുണ്ട്. അങ്ങയുടെ അശ്വിന്റെ ഒരു അഡ്വൈസ് എന്താണ് അതുമായി ബന്ധപ്പെട്ട്? ആസ്പിറിൻ എടുക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഏർലി സ്റ്റേജിൽ തന്നെ കോവിഡ് സമയങ്ങളിലൊക്കെ ആസ്പിറിൻ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പലരും പറയപ്പെടുന്നു, മെഡിക്കൽ മേഖലത്തിൽ പറയപ്പെടുന്നുണ്ട് ബ്ലഡ് ക്ലോട്ട് ആകാൻ അതുകൊണ്ട് വളരെ സാധ്യത കൂടുതലുണ്ട്, അതൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങയുടെ ഒരു ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എന്താണ് അഭിപ്രായം? So COVID, first of all, like രണ്ട് type of clot ഉണ്ട്. You can get a clot in your vein. അതാണ് നമ്മൾ DVT എന്ന് പറയുന്നത്, ഡീപ് വെയിൻ ത്രോംബോസിസ് നമ്മുടെ കാലിൽ വരുന്നത്. or you can get a clot in the artery, so in the heart, for example, heart attack, അല്ലാതെ നമുക്ക് pulmonary embolism, so a clot in the lungs. Aspirin usually നമ്മൾ recommend ചെയ്യാറില്ല at the moment, because നമ്മളൊരു ക്ലോട്ട് വരുവാണെങ്കിൽ the treatment is actually sort of a more higher blood thinning injection or a tablet നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. Aspirin is not something that we give. Heart attack വന്നുകയാണെങ്കിൽ yes, we do give aspirin, but aspirin, it has its own side effect as well. It can cause gastritis, it can cause bleeding, so it can cause a lot of problems. So without actual need for it, or if you don't have the complication of it, നമ്മൾ aspirin അങ്ങനെ routinely കൊടുക്കാറില്ല. തീർച്ചയായിട്ടും. താങ്ക് യു. പ്രിയ ശിവ, ഒരു കാര്യം കൂടെ, ഈ വാക്സിനിൽ ഉണ്ടാകുന്ന അലർജീസ്, എന്തെങ്കിലും അലർജീസ് ഉള്ളവർക്ക് എപ്രകാരം ഇത് എഫക്റ്റഡ് ആകുന്നു, ക്രിട്ടിക്കലായ സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ചിലർക്കെല്ലാം മോർഫിൻ അങ്ങനെയുള്ള എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മറ്റുള്ള മരുന്നുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, പല അലർജീസ് പ്രോബ്ലം വ്യക്തിപരമായിട്ടുള്ളവരുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം? അലർജീസ് ഉള്ള അല്ലെങ്കിൽ മറ്റുള്ള ചില മരുന്നുകൾ ചിലർക്ക് പിടിക്കത്തില്ല, അങ്ങനെ പല സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിറ്റി ഉണ്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രമാത്രം അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്ററെ, അറ്റ് ദിസ് മൊമെന്റ് ഇൻ ടൈം ഒത്തിരി ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. സോ സം മേജർ അലർജീസ് അവർ ആദ്യം തന്നെ ചോദിക്കും വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ, ഇഫ് യു ആർ അലർജിക് ടു സർട്ടൻ തിങ്സ് ദേ ഡോണ്ട് റെക്കമെൻഡ്. ബട്ട് വൺ തിങ് ഇസ് ദി മോഡിഫൈഡ് RNA അത് ബിക്കോസ് ഇറ്റ് ഇസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് വാക്സിൻ, ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി കോവിഡിന്റെ ഒരു വെരി വീക്ക് സ്ട്രെയിൻ ആയത് കാരണം ഇറ്റ് ആക്ച്വലി പ്രോബബ്ലി വുഡ് നോട്ട് എഫക്ട് ടു മെനി പീപ്പിൾ. പക്ഷേ ബിഫോർ യു ഗിവ് വാക്സിനേഷൻ ദേ ഓൾവേസ് ask you the question, if you are allergic, what exactly are you allergic to? So adinte basis lana avaru vaccination kodukunnathu. But if some people have very vast kind of different kind of allergies, they need to seek their general practitioner, avരുടെ GP യോട് കൺസൾട്ട് ചെയ്തിട്ടേ വാക്സിൻ എടുക്കാവുന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ഗസ്റ്റങ്ങൾ ദയവായി 1-2 മിനിറ്റുകൾ കൂടെ തുടരുക. 82ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. COVID-19 എന്ന വലിയ ബൃഹത്തായ മഹാമാരി ലോക രാജ്യങ്ങളെ മുഴുവനും കീഴടക്കുന്ന ഈ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് നല്ല ഗസ്റ്റംഗങ്ങൾ, UK-യിലുള്ള NHS ഹോസ്പിറ്റലിൽ വളരെ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സസ് മേഖലയിലുള്ള കൺസൾട്ടന്റ്, അതുപോലെ ഡോക്ടർ അശ്വിൻ, റേഡിയോളജി രജിസ്ട്രാർ, സീനിയർ റേഡിയോഗ്രാഫർ മേഖലയിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കൊരു നല്ല എപ്പിസോഡ് ഇവിടെ
പ്രക്ഷേപണം ചെയ്യുവാൻ കഴിഞ്ഞുവെന്നുള്ള IIGTV സംബന്ധിച്ച് മഹത്തരമായ ഒരു സംഭാവനയാണ് കമ്മ്യൂണിറ്റിക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഞാൻ ഡോക്ടർ അശ്വിനിലേക്ക് ഒരു വാക്ക് കൂടെ അദ്ദേഹത്തോട് ചോദിച്ച ശേഷം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നതിന് മുൻപായി ഒരു വാക്കിൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ ചെയ്യും. പ്രയർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ടൂൾ. നമ്മൾ പല ടൂളുകൂടെ കേട്ടു, വാക്സിനേഷൻ കേട്ടു, പല എക്സസൈസുകൾ കേട്ടു, പല ഒപ്പീനിയൻസ് കേട്ടു, പല അഡ്വൈസുകൾ കേട്ടു. ബട്ട് നമ്മുടെ എയിം തീർച്ചയായും നമ്മുടെ ദൈവം നമ്മളെ സൗഖ്യം അയക്കും, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കും. We trust our God. God is in control. Dr. Ashwin, can I ask you, what is your last word for us for this episode? ഈ എപ്പിസോഡിൽ അങ്ങേക്ക് പറയാൻ ഏറ്റവും ഒടുവിലത്തെ വാക്ക് എന്താണ്? കമ്മ്യൂണിറ്റിയോട്, പ്രേക്ഷകരോട് എന്ത് ഉറപ്പ്, എന്ത് ബലം, strength words from us medical professionals you can give to us, please? I think the most important thing, as I want to highlight to you, is as medical professions we have restrictions in what we can do, and the most important thing is we know that our God is a great God and a healer. Bible പറഞ്ഞിരിക്കുന്നതുപോലെ we are wonderfully and magically created. So ഞാൻ പറഞ്ഞ we don't know who gets severe symptoms, who gets mild symptoms. We can't say. It's at the end of the day, God has the ultimate plan, ultimate decision, and all we can do really is pray to God, that we are in His safe hands and we're careful. But the government has advices what to do, and we strictly to follow. I've seen a lot of people who say, I don't follow. You need to follow the basic rules. I don't highlight him. We all know this very well. Face, hands, and space is three analogy. So face, face mask. It protects you, the other person that you're speaking to. Hands, we always need to wash our hands with soap and water for at least 20 seconds. Illegally, you can use an alcohol gel, and always try and maintain a space, 2 meter distance. At least 1 meter distance in crowded spaces. Avoid going out unnecessarily. Avoid meeting up with friends and socially. And especially duty, don't come in the same work uniform. When you come home, wash everything, clean everything that you buy. Make sure you cleanse with antibacterial wipe. And protect yourself and protect your family, because 1 in 3 people, they say, have COVID. നമ്മൾ meet in the 1 in 3 people have COVID എന്നാ പറയുന്നത്. So we don't know where it is. It will be everywhere. So നമ്മൾ എത്രമാത്രം നമ്മൾ സൂക്ഷിച്ചാലും we might get it. So we need to be as careful as we can and pray to God that he looks after us. And Shiba sister പറഞ്ഞ പോലെ the vaccine is very important. Like എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അശ്വിനെ, this vaccine is a government propaganda. ഇതിനകത്ത് ചിപ്പ് വെച്ചിട്ടില്ലേ, ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ചെയ്യത്തില്ലേ, ഇവരോടുള്ള എനിക്ക് പറയാനുള്ളത്. And then ചേച്ചി പറഞ്ഞ പോലെ തന്നെ the vaccine trial ചെയ്തിട്ടില്ല, പെട്ടെന്നാ കൊണ്ടുവന്നത്. These are all false allegations. So നമ്മൾ വാക്സിൻ നോക്കുകയാണെങ്കിൽ തന്നെ, I'll just quickly mention it. ഒരു വാക്സിൻ ഇറങ്ങണമെങ്കിൽ it normally takes 5 years പറഞ്ഞ പോലെ തന്നെ. It has to go through pre-clinical trials, so usually on animals and mouse. പിന്നെ phase 1, small number of people. phase 2, hundreds of people. phase 3, thousands of people. ഇതെല്ലാം കഴിഞ്ഞ് MHRA agency regulation, which is an independent body, ഇവർ എഗ്രി ചെയ്താൽ മാത്രമേ ഒരു വാക്സിൻ വെളിയിറങ്ങത്തുള്ളൂ. This independent agency and a health regulation has accepted this vaccine, and 40,000 people already trial ചെയ്ത് കഴിഞ്ഞാണ് ഈ വാക്സിൻ വെളി വന്നിരിക്കുന്നത്. It is an mRNA vaccine. It helps the body to produce antibodies. നമ്മൾ ഓൾറെഡി കോവിഡ് വന്നവരാണെങ്കിലും നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എത്ര നാൾ ലാസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. So this extra boost that you're giving the immune system, ഇതെല്ലാം is ways to help you. നമ്മളെ മാത്രമല്ല, think about your family, your friends. നമ്മൾ ജീവിക്കുന്നില്ല. So we need to think about the whole community, and this is also a time, I think, to be close to God and to be with God in prayer. Thank you so much. നല്ലൊരു എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾക്ക് നൽകാനായിട്ട് കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലത്തെ വാക്ക് നമുക്ക് ഇവിടെ പക്ഷെ ജി ശാമുവേൽ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാനായിട്ട് പോവുകയാണ്. നല്ല സജഷൻസ് ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന, അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഒരു കാര്യം ജനങ്ങൾ മറക്കരുത്, നമ്മൾ കോവിഡിനെ ഈ അന്തരീക്ഷം മറികടക്കാൻ എന്തെല്ലാം വഴികളുണ്ടെങ്കിലും നിങ്ങൾ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ്, NHS ഗൈഡ് ലൈൻസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ കേട്ട സമയങ്ങളിൽ എപ്പോഴും കൈ കഴുകുകയും എപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്യുകയും എപ്പോഴും ആളുകളെ കണ്ടാൽ മാറി നിൽക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇടയിലോട്ട് ഓടി നടക്കുന്നു. നമ്മൾ എല്ലാ ഡിസ്റ്റൻസിങ്ങും മാറ്റിക്കൊണ്ട് വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ജനങ്ങളിടയിൽ വന്നിട്ടുണ്ട്. അത് നടക്കരുത്. അതിന്റെ ഫലമായി സെക്കൻഡ് വേവിൽ 100 കണക്കിന് ആളുകൾ പേഷ്യൻസ് ആയി തീരുന്നുണ്ട്. നമുക്ക് സമൂഹത്തെ രക്ഷിക്കണം, നമ്മുടെ കൂടെയുള്ളവരെ രക്ഷിക്കണം, നമ്മുടെ തലമുറകളെ രക്ഷിക്കണം. നാം സമൂഹത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ കാര്യസ്ഥയോടുകൂടെ പഠനം നടത്തുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും അതിന് വേണ്ടപ്പെട്ട ആളുകളും പറയുന്ന ഗൈഡ് ലൈൻസുകൾ കേൾക്കുകയും അനുസരിക്കുകയും കമ്മ്യൂണിറ്റിയിൽ സെർവ് ചെയ്യുവാൻ
നമുക്ക് ബാധ്യതയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഐ ഹോണർ എവറി workers who are working in NHS in all sectors to fight against COVID to dominate. Thank you so much, Pastor G. Samuel. Just give one word and you can pray and close the episode, please. Thank you. ഈ എപ്പിസോഡ് ഇത്രയും നല്ല രീതിയിൽ പാസ്റ്റർ ബിനോയിയുടെ ലീഡർഷിപ്പിൽ ചെയ്യുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരേ ഒരു വാക്ക്, നമ്മൾ അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെ അന്യോന്യം സെൽഫായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. നമ്മുടെ സമൂഹം നമുക്ക് വിലപ്പെട്ടതാണ്. Be safe. God bless you. Thank you. Pastor G. Samuel പ്രാർത്ഥന. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, IAG TV ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്നുള്ള ഈ പ്രോഗ്രാം ഇത്രത്തോളം വിജയകരമാക്കുവാൻ, ഇത്രത്തോളം എപ്പിസോഡ്സ് ചെയ്യുവാൻ നീ സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ വൈകുന്നേര സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അറിവിൽ നിന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, ഈ മഹാമാരിയിൽ നിന്ന് ഒരു വിടുതലിനായി അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഫാമിലീസിനെ, ഞങ്ങളുടെ സഭയെ എല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം NHS ജോലി ചെയ്യുന്ന എല്ലാ ഞങ്ങളുടെ സ്റ്റാഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്സ്, അങ്ങനെയുള്ള എല്ലാ കെയറേഴ്സ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ശുശ്രൂഷിപ്പാനുള്ള എല്ലാ നല്ല ആരോഗ്യവും നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ച് അനേകരെ ശുശ്രൂഷിപ്പാൻ നീ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യുകെയിലുള്ള എല്ലാ ദൈവസഭകൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദരങ്ങളുണ്ടല്ലോ, ICUവിലും വെന്റിലേറ്ററിലും ഒക്കെ ആയിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരും ഈ സമയം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതൽ അവിടെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രോഗ്രാം പങ്കെടുത്ത ഡോക്ടർ അശ്വിനായി പ്രാർത്ഥിക്കുന്നു, നീ ബലപ്പെടുന്നു. സിസ്റ്റർ ഷീബയ്ക്കായി പ്രാർത്ഥിക്കുന്നു, നീ ബലപ്പെടുത്തണമേ. ഇത് ഹോസ്റ്റ് ചെയ്ത് പാസ്റ്റർ സാമിനായി പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. പാസ്റ്റർ ബിനോയ്ക്കായി പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. അടിയനെ തിരുസരെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഗസ്റ്റ് അംഗങ്ങൾക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഞാൻ ഗസ്റ്റ് അംഗങ്ങൾക്ക് അവസരങ്ങളെല്ലാം നൽകിയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാക്കുകൂടെ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവസരം നൽകിയിട്ടില്ല. അവസരം സിസ്റ്റർ ഷീബയ്ക്ക് പറയാൻ ഒരു വാക്ക് വേണമെങ്കിൽ പറയാം. ഇഫ് യു വാണ്ട് ടു സേ വൺ വേർഡ്, യു ആർ ഓക്കേ വിത്ത് ദാറ്റ്. താങ്ക് യു സോ മച്ച്. പ്ലീസ് ടേക്ക്. No, that's okay, Pastor. That doesn't matter at all. But yes, like I said, I think Ashwin and G. Shamal Pastor has already mentioned everything. We have a responsibility. Kartav namakku, yes, we do trust in God. We put our hope in God. We surrender to God. But remember, God has also given us wisdom that we use it wisely. Nammal Kartav enne രക്ഷിക്കുമെന്നും പറഞ്ഞ് നമ്മൾ എന്ത് നേരിടരുതെന്നുള്ള അത് കർത്താവ് ബുദ്ധിയോടെ ചെയ്യാനാണ് നമ്മളോട് പഠിപ്പിച്ചേക്കുന്നത്. So yes, while God has given us the protection, His grace, His blessings, we also have a responsibility to be careful and use the wisdom that God has given us. താങ്ക് യു സോ മച്ച്. IAG TVയുടെ പ്രേക്ഷകർക്കുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇന്ന് വന്ന് പങ്കെടുത്ത ഗസ്റ്റ് അംഗങ്ങൾ ഡോക്ടർ അശ്വിൻ അജയ്, ഷീബ ഫിലിപ്പ്, ജി ഷാമുവൽ, നിങ്ങൾക്കുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് അല്പം ഞങ്ങൾ സമയം കൂടുതൽ എടുത്തു. കാരണം ഇന്നത്തെ ഈ രാജ്യത്തിന്റെ COVID-19 സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും അത് ചർച്ച ചെയ്യുന്നത് കൊണ്ടുമാണ് അല്പം സമയം ഞങ്ങൾ കൂടുതൽ എടുത്തത്. പ്രേക്ഷകർ ഞങ്ങളോട് സഹകരിച്ചതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസങ്ങൾ കാണാം. താങ്ക് യു സോ മച്ച്.